മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം പൂർണ്ണമായും മറഞ്ഞു എന്ന് ഉറപ്പുവരുത്താവുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. സുഗന്ധം ഉപയോഗിക്കുന്ന വിഷയത്തിൽ അവരും ഇപ്രകാരം തന്നെയാവുന്നു. പുരുഷന്മാർ ഇസാറും റിദാ ഉപയോഗിക്കുമ്പോൾ അവർ നല്ല കമീസുകൾ, നീളം കുപ്പായങ്ങൾ, പൂർണ്ണമായി മറയുന്ന കുപ്പായങ്ങൾ ധരിക്കുക. അതുപോലെ തല മുഴുവനും മറയുന്ന മക്കനകൾ ധരിക്കുക. കയ്യിന്റെ മുകളിൽ സോക്സ് ധരിക്കാതിരിക്കുക, കയ്യൊറ ധരിക്കാതിരിക്കുക. കാലിൽ ശരിക്ക് സോക്സ് ധരിച്ചുകൊണ്ട് കാലിലെല്ലാം നല്ല മറഞ്ഞു സുജൂദിന്റെ വേളയിലോ അല്ലെങ്കിൽ ഇബാദത്തിന്റെ വേളയിലോ ഒന്നും അവരുടെ ശരീരത്തിന്റെ ഒരു രോമം പോലും പുറത്തു വരാത്തതായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല റാഹത്തോടുകൂടെ അവരെന്ത് ചെയ്യുക, മറ്റ് അടുത്തു വരുന്ന ഇബാദത്തിലേക്ക് പ്രവേശിക്കുക. അതോടുകൂടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുസ്തഹിബ്ബു അൻ തഖ്ലിബ യദൈഹാ ബിൽ ഹിന്നാഇ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കയ്യിന് മൈലാഞ്ചി ചായം, മൗലാഞ്ചി എന്നൊക്കെ പറയുന്ന ആ കളറ്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മൗലാഞ്ചി എന്ന് പറഞ്ഞ ഒരു തരം ഇല കൊടുന്ന് അരച്ച് തേച്ച് കയ്യിലൊക്കെ ഇടാറുള്ളത് പോലെ അതല്ല അതിന്റെ പൊടികളോ കളറുകളൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിൽ അതായിരുന്നാലും കുഴപ്പമില്ല. അവളുടെ കയ്യിന്റെ മുൻകൈയിന്റെ കീഴ്പോട്ടുള്ള ഭാഗം മുഴുവനും മൗലാഞ്ചി കൊണ്ട് കളർ കൊടുക്കുക. അതുപോലെ തന്നെയാണ് അവിടെ മുഖത്തും ആ കളറിന്റെ ചെറിയൊരു ഭാഗം പൂശുക. അതായത് പെട്ടെന്ന് നോക്കിയാൽ അവളുടെ ശരീരത്തിന്റെ കളറുകൾ ദൃഷ്ടിയിൽ പെടാത്ത രൂപത്തിൽ ചായം കൊടുക്കൽ സുന്നത്താകുന്നു. മുഖത്താണ് ചായം കൊടുക്കുന്നത്. ഇതുവരെ കേട്ടില്ലേ? ഇപ്പൊ എന്താ കേൾക്കാത്തത്? ശരിയാക്കിയ ആര് പറഞ്ഞു കേട്ടില്ല? ഒരു ശരി, എന്തുവരെ പറയാറുണ്ട് അവര്? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ആകെ മൂടുന്ന വസ്ത്രം, മുഖം മുൻകൈ ഒഴിച്ച് ബാക്കിയെല്ലാം പൂർണ്ണമായി മറഞ്ഞ് എന്ന് ഉറപ്പുവരുത്താവുന്ന വസ്ത്രങ്ങൾ. മക്കന ധരിച്ചാൽ രോമങ്ങളൊന്നും പുറത്തു കാണാൻ പാടുള്ളതല്ല. അതുപോലെ കാലിൽ ഷോക്സ് ധരിച്ചാൽ നഖം പുറത്തു വരാൻ പാടുള്ളതല്ല. കാലിന്റെ തൊലി പുറത്ത് കാണാൻ പറ്റുകയില്ല. അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുക. മുൻകൈയിൽ ഉറ ധരിക്കാതിരിക്കുക. വലിയ വിശാലമായിരിക്കുന്ന മക്കന ഇട്ടാൽ കൈ തൂക്കിയിട്ട് ആ കൈ പുറത്തേക്ക് കാണുകയില്ല, അതിന് വിരോധമില്ല. ഉറ ധരിക്കരുത്. അങ്ങനെ ധരിച്ചതായിരിക്കുന്ന രൂപത്തിലാണ് സ്ത്രീ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ വസ്ത്രം ധരിക്കേണ്ടത്. അവളുടെ മുഖത്തും അവളുടെ കയ്യിനും മൗലാഞ്ചിയുടേതായിരിക്കുന്ന കളർ കൊടുക്കുക. അത് സുന്നത്താണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്. കാരണം ഇത് രണ്ടും തുറന്നിടലാണല്ലോ കൽപ്പിച്ചത്. അതുകൊണ്ട് അവളുടെ ശരീരം കാണാൻ പാടില്ലാത്തതായിരിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും നോക്കിയാൽ ആ ദൃഷ്ടിയിൽ ശരീരത്തിന്റെ കളറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്യൽ സുന്നത്താകുന്നു. മൗലാഞ്ചി നമ്മൾ സാധാരണ നാടുകളിലൊക്കെ ഉണ്ടാകുന്ന ഇല അരച്ചതോ അല്ലെങ്കിൽ പൊടിയോ കളറുകളോ എന്തായിരുന്നാലും കുഴപ്പമില്ല. വളരെ കൂടുതൽ ശക്തിയായിട്ട് വേണ്ട. മുഖത്തേക്ക് നോക്കിയാൽ മുഖത്തിന്റെ കളറ് ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യൽ സുന്നത്താകുന്നു. ഈ വിഷയത്തിൽ ശാബത്തായിരിക്കുന്ന ചെറുപ്പക്കാരിയായ സ്ത്രീയും അതുപോലെ പ്രായം കൂടിയവളും വിവാഹം കഴിക്കപ്പെട്ടവളും കഴിക്കപ്പെടാത്തവളും എല്ലാവരും സമന്മാരാകുന്നു. വളരെ പ്രായം കൂടിയ ഒരു ഉമ്മാമയാണ്. ആ ഉമ്മാമനെ സംബന്ധിച്ചിടത്തോളം ആര് കണ്ടാലും ശ്രദ്ധിക്കപ്പെടുന്നൊരവസ്ഥ അല്ലെങ്കിലും ഒരു കാലത്ത് ആ ഉമ്മാമ അതിന് ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥ കഴിഞ്ഞു പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഇബാദത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യൽ നല്ലതാണ്, അത് സുന്നത്താണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് ഒഴിവാക്കാമെങ്കിലും ഇസാറ് എന്ന് പറയപ്പെടുന്ന ഒരു അരടുപ്പ് കൊണ്ട് അവരുടെ ഔറത്തുകൾ മുഴുവനും മറയാവുന്നത് ധരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെല്ലാം ചെയ്തതിന്റെ ശേഷമായി പിന്നീട് ചെയ്യേണ്ടത് 2 റക്അത്ത് ഇഹ്റാമിന് വേണ്ടി നിസ്കരിക്കുക. ഇഹ്റാമിന്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കാരം പാടില്ലാത്ത സമയങ്ങൾ നമ്മൾ പറഞ്ഞു. ആ സമയം അല്ലാത്തതായ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിനോട് അനുബന്ധിച്ചതായ സമയത്താണ്, ബന്ധപ്പെടുന്ന ഒരു സമയത്തിലാണോ നമ്മൾ ഇഹ്റാം ചെയ്തത്. നാം ഇഹ്റാം ചെയ്ത ഉടനെ ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു. ഇഹ്റാം കഴിഞ്ഞ ഉടനെ അതിലേക്കാണ് പ്രവേശിച്ചാൽ ഇഹ്റാമിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക എന്നൊരു കൽപ്പന അവനിൽ നിന്ന് ഒഴിവായി. ഇഹ്റാമിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നീ നിസ്കരിക്കണം എന്ന് പറയുന്ന ഒരു സുന്നത്തായ ഒരു കൽപ്പന അവനിൽ നിന്ന് ഒഴിവായി. അതേ സമയത്ത് ആ ളുഹ്ർ കഴിഞ്ഞതിന്റെ ശേഷം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന വ്യക്തിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഹ്റാം കഴിഞ്ഞിട്ടില്ല. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി എല്ലാം കുളിച്ചു വസ്ത്രങ്ങളൊക്കെ മാറി വന്നതിന് ശേഷമാണ് ജമാഅത്തിൽ ഇവിടെ കൂടിയത്. ഉടനെ ജമാഅത്ത് കണ്ടു.
അത് കഴിഞ്ഞ ആ ഇരുത്തത്തിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ അതിനോട് ബന്ധപ്പെട്ടവൻ ഇഹ്റാം ചെയ്താൽ അതിന്റെ മുമ്പുള്ള നിസ്കാരം ഈ ഫർളായി പരിഗണിക്കുന്നു. ഈ ഫർള് നിസ്കാരം അതിന്റെ മുമ്പുള്ളൊരു നിസ്കാരമായി. അതല്ല അതിനുവേണ്ടി പ്രത്യേകമായി നിസ്കരിക്കുകയാണെങ്കിലോ എന്നാൽ കാന അഫ്ളല, അത് ഏറ്റവും നല്ലതായി. അതും എന്തായിരിക്കണം? അതിനു വേണ്ടി മാത്രം നിസ്കരിക്കുമ്പോൾ നിസ്കാരം കറാഹത്തായ വഖത്തുകളിൽ പാടുള്ളതല്ല. സുബഹി നമസ്കരിച്ചതായ വ്യക്തിക്ക് ഏതുവരേക്ക് നിസ്കരിക്കൽ കറാഹത്താണ്? ഏകദേശം 7 മുഴം ഉയരുന്ന സമയം വരേക്കും നിസ്കരിക്കാൻ പാടുള്ളതല്ല. സൂര്യൻ ഉദിച്ചാലും ഇല്ലെങ്കിലും ഏകദേശം അതിന്റെ സമയങ്ങൾ സൂര്യൻ ഉദിച്ച് ഉയർന്ന ഏകദേശം ഒരു 7 മുഴം വരേക്കും നാം കാത്തു നിൽക്കണം. എന്നിട്ടേ നിസ്കരിക്കാവുള്ളൂ. ആർക്ക്? നിസ്കരിച്ചതായ ആളുകൾക്ക്. സുബഹി നിസ്കരിക്കാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് ഏത് സമയത്തും അയാൾക്ക് നിസ്കാരം. ഇഹ്റാമിന്റെ സുന്നത്ത് എന്ന് പറയപ്പെടുന്ന, അതായത് നിസ്കാരത്തിന്റെ കാരണം പിന്നീടാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ സമയത്ത് ഇഹ്റാം ചെയ്യുന്ന ആളുകൾ കുറച്ചു നേരം കാത്തു നിൽക്കുക, സമയം അനുകൂലമാണെങ്കിൽ. അതല്ലെങ്കിൽ വേഗത്തിൽ എന്ത് ചെയ്യുക, നിസ്കരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സുബഹി ആകുന്ന നിസ്കാരത്തിന്റെ ഉടനെ തന്നെ നമുക്ക് ഇഹ്റാം ചെയ്തിട്ട് പുറപ്പെടാം. അതല്ല അതുപോലെ തന്നെ ഉച്ച സമയങ്ങളിലും അങ്ങനെ തന്നെ അല്പം കാത്തു നിൽക്കുക. കാത്തു നിൽക്കാൻ ഒഴിവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഹ്റാം ചെയ്ത് പോരാ. അപ്പൊ ഇഹ്റാമിന്റെ മുമ്പ് നിസ്കരിക്കുക എന്നുള്ള കാര്യം നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല. അതുപോലെ അസർ നിസ്കരിച്ചതായ വ്യക്തികളാണെങ്കിൽ സൂര്യാസ്തമാനം വരേക്കും അവർ നിസ്കരിക്കാൻ പറ്റുകയില്ല. ഹറാമാണെന്നും കറാഹത്താണെന്നും നിസ്കരിച്ചാൽ സഹിയല്ല എന്നെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം അബു ഹനീഫ റളിയല്ലാഹുവിന്റെ അഭിപ്രായം ആ നിസ്കാരം നിഷിദ്ധമാണ്, അതോടുകൂടെ സഹിയാവുകയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു നിസ്കാരം തഹരീമിന്റെ കറാഹത്താണ്, സഹിയാവുന്നതിന് കുഴപ്പമില്ല, ഹറാമിലേക്ക് കൂട്ടിക്കളയുന്നതാണ്, കുറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട്, അതിപ്പോൾ സൂക്ഷിക്കണം. നിസ്കാരമാണ് എപ്പോഴും ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ നമുക്കങ്ങനെ നിസ്കരിക്കാനുള്ള ചാൻസുകൾ ഉണ്ടാവല്, ഒരാൾ പെട്ടെന്ന് ചെന്നു ഉളു ചെയ്തു പള്ളിയിലേക്ക് കടന്നു അസറിന്റെ ശേഷം. അപ്പൊ ആ പള്ളിയിൽ കടന്നപ്പോൾ തയ്യത്ത് നിസ്കാരവും അവിടെ ഉണ്ട്. അതുപോലെ ഉളു ചെയ്താൽ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതുണ്ട്, അത് അവന് ഉപയോഗപ്പെടുത്താം. അതിനുശേഷം ഇഹ്റാം ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ അനുകൂലമായ സമയമാണെങ്കിൽ നാം എന്ത് ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക. ثم يصلي ركعتين ينوي بهما سنة الإحرام يقرأ فيهما بعد الفاتحة قل يا أيها الكافرون في الركعة الأولى وفي الثانية قل هو الله أحد. ഈ 2 സൂറത്തുകൾ ഓതൽ പ്രത്യേകമായ സുന്നത്താണ്. ഒരു സൂറത്തും ഓതിയില്ലെങ്കിലും നിസ്കാരത്തിന്റെ കുഴപ്പമൊന്നുമില്ല. ഓതുകയാണെങ്കിൽ ഈ 2 സൂറത്തുകൾ ഓതലാണ് പ്രത്യേകമായ സുന്നത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അവിടെ തന്നെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ എഴുന്നേറ്റിട്ടോ ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ഖിബിലയിലേക്ക് മുന്നിട്ട് ഇരിക്കുക. അതൊരു പള്ളിയിലാവുക എന്നുള്ളത് നല്ലതാണ്. അപ്പൊ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പള്ളി ശർത്തല്ല, പള്ളിയിലായാൽ ഏറ്റവും നന്നായി. ആ പള്ളിയിലുള്ള നിസ്കാരം കഴിഞ്ഞു ഖിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് അവൻ ഇഹ്റാം ചെയ്യുക. എന്തിനു വേണ്ടിയാണോ ഇഹ്റാം ചെയ്യുന്നത്, ഉംറയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഉംറയുടെ ഇഹ്റാം നിർവഹിക്കുക. അതല്ല ഹജ്ജിൻ്റെതാണെങ്കിൽ ഹജ്ജിൻ്റെതായിരിക്കുന്ന ഇഹ്റാം നിർവഹിക്കുക. ഈ വിഷയത്തില്, നിസ്കാരത്തിന്റെ വിഷയത്തിലും അതുപോലെ സുഗന്ധം ഉപയോഗിക്കുന്ന വിഷയത്തിലെല്ലാം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും സമന്മാരാകുന്നു. പാടില്ലാത്ത സമയത്ത് സ്ത്രീയും പുരുഷനും ഒന്നും നിസ്കരിക്കാൻ പറ്റുകയില്ല. മറ്റുള്ള തടസ്സങ്ങളല്ല സ്ത്രീകൾക്കുള്ളത്. സാധാരണ ഈ വഖത്തിനോട് ബന്ധപ്പെട്ട ടൈമിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ പാടില്ലാത്തുമ്പോൾ അതാണും പെണ്ണും എല്ലാം സമന്മാരാകുന്നു. പിന്നെ ആ നിസ്കാരം കഴിഞ്ഞ് ഇരുന്നു കൊണ്ട് നാം അവിടെ നിയ്യത്ത് ചെയ്യുക. നിയ്യത്തിനെ കുറിച്ച്, ഹജ്ജാണോ ചെയ്യുന്നതെങ്കിൽ നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. അത് ഉംറയാണെങ്കിൽ നവൈത്തുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല. ഹജ്ജിന്റെ നിയ്യത്ത് എന്താ? നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. ഉംറയാണെങ്കിലോ നവൈത്തുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല. അങ്ങനെയാണ് അതിന്റെ അറബി ഗ്രാമർ പ്രകാരമുള്ള പ്രയോഗമാണ്. ഉംറയാണെങ്കിൽ പിന്നെ ബിഹ എന്നുള്ളൊരു പ്രയോഗമാണ്. നെഹ്വിന്റെ അതിന്റെ നിയമങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതിന്റെ പ്രയോഗം അറബി ഭാഷയിലുള്ള പ്രയോഗം അങ്ങനെയാണ്, നബൈത്തുൽ ഉംറത വ അഹറംതു ബിഹ. അതേസമയത്ത് ഇത് ഹജ്ജാണെങ്കിൽ അഹറംതു ബിഹി എന്നുള്ളൊരു പ്രയോഗമാകുന്നു. അത് അതിന്റെ ഒരു വാചകമാണ്, പാക്കാണ്, ലഫ്ളാണ് നിയ്യത്തിന്റെ. അതായത് ഇതിന്റെ അർത്ഥമാണ് നാം മനസ്സിൽ ഊഹിക്കേണ്ടതും നാം ചിന്തിക്കേണ്ടതും. ഹജ്ജിനെ ഞാൻ കരുതി, അതുകൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് മനസ്സിൽ ഊഹിക്കുക, ഉദിപ്പിക്കുക. ആ മനസ്സിൽ ഉദിച്ചതിനെ നാം ഉൾക്കൊള്ളുക, നാം അതിന്റെ ഉൾക്കൊണ്ടു എന്ന് അതിന് പ്രകടമാകാവുന്ന വാചകങ്ങളാണ് നവൈത്തുൽ ഉംറത എന്നും നവൈത്തുൽ ഹജ്ജ എന്നും പറയുന്നത്. ഇത് അതോടുകൂടെ തൽബിയത്തിന്റെ വാചകങ്ങൾ പറഞ്ഞാലേ സഹിയാവുകയുള്ളൂ എന്ന് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ട്. അപ്പൊ നാം പറയേണ്ടത് നവൈത്തുൽ ഹജ്ജ
വഅഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽകു ലാ ശരീക ലക. ലബ്ബൈക എന്നുള്ള തൽബിയത്തിന്റെ വാചകം അതോടുകൂടെ ചേർത്ത് പറയുക. അത് ഉംറയാണെങ്കിലോ ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുക. അത് ചേർത്ത് പറഞ്ഞാലേ ആ നിയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചത് സഹിയാവുകയുള്ളൂ എന്ന് ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ടായതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രബലമായ സുന്നത്താക്കി. അത് ശബ്ദത്തോടുകൂടെ പറയേണ്ടതില്ല, പതുക്കെ അവന്റെ മനസ്സറിയുന്നത് ആ രൂപത്തിൽ പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് അതോടും കൂടി കൂട്ടിച്ചേർത്ത് പഠിക്കണം. ഹജ്ജിന്റെ നിയ്യത്ത് എന്താ? നവൈത്തുൽ ഹജ്ജ ലില്ലാഹി തആല, അതോടുകൂടെ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്ക്. പിന്നെ അത് ഉംറയാണെങ്കിലോ നവൈത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക്ക്. ഇങ്ങനെ പഠിച്ചോളി. ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ തൽബിയത്ത് ഇങ്ങനെ ദിവസേന ചൊല്ലുന്ന നിങ്ങൾക്ക് കാണാതെ പഠിക്കാനാണല്ലോ. നിങ്ങൾ തൽബിയത്തിലേക്കാണ് എല്ലാവരും കൂടെ ചൊല്ലൂടി. ഇത് പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് ഉംറയോട് ബന്ധപ്പെട്ട ചില പ്രത്യേകമായിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. ഇത് അവർക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഈ വാചകം മറ്റുള്ള ആളുകൾ പറയൽ അത്ര നല്ലതല്ല. ഇത് ഒരു ക്ഷണം, അള്ളാഹുവിന്റെ ക്ഷണം. ആ ക്ഷണത്തിനുള്ളൊരു മറുപടിയാ. അള്ളാഹു നമ്മെ ക്ഷണിച്ചു, അതിന് ഞങ്ങൾ അങ്ങോട്ട് എത്താം എന്നുള്ള സാധാരണ ഒരു ക്ഷണമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ മുഖേന നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പേ നമ്മയെ ഒരു ആന്തരികമായ ഒരു ക്ഷണം, അല്ലെങ്കിൽ അവന്റെ ആ മലക്കൂത്തിയ ലോകത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മെ ക്ഷണിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ അതിന് മറുപടികൾ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ബഹുമാന സൂചകമായ മറുപടി. ഈ വാക്കുകൾ അംബിയാ മുർസലീങ്ങൾ അതുപോലെ മാതാപിതാക്കളൊക്കെ വിളിച്ചാൽ മറുപടി പറയാം, വേറെ ആർക്കും പറയാന്നുള്ളത് നല്ലതല്ല, അത് കറാഹത്താണെന്ന് ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ടതായിരിക്കുന്ന ചിലര് നബി തങ്ങൾ വിളിച്ചു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു എന്നൊരു സ്വഹാബിയോടുകൂടെ ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നബി തങ്ങൾ വിളിക്കുകയുണ്ടായി, യാ മുആദ് ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ്. രണ്ടാം പ്രാവശ്യവും നബി തങ്ങൾ വിളിച്ചു. സ്വന്തം ശരീരത്തോട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് ബേക്കിലിരിക്കുന്നതായ കൂട്ടുകാരനാകുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് വിളിക്കുന്നത്. യാ മുആദ് ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ്. മൂന്നാം പ്രാവശ്യം വിളിക്കുന്നു, യാ മുആദ് ഖാല ലബ്ബൈക വസഅദൈക യാ ഹബീബല്ലാഹ്. ബഹുമാനസൂചകമായ മറുപടി നബി തങ്ങളോട്, അല്ലെങ്കിൽ അതിനേക്കാണ് ബഹുമാനിക്കൊണ്ടിരുന്ന ആളുകൾ പിന്നെ ലോകത്തെവിടെയും ഇല്ലല്ലോ. അത് വിളിച്ചതിന്റെ ശേഷമായി നബി തങ്ങൾ ചില നിർദ്ദേശങ്ങളും ചില രഹസ്യമായ ചില കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, ഇബാദത്തുകൾ. ഖാല അലാ അദുല്ലുക അലാ അമലിൻ ഇൻ അമിൽതുഹു യുദ്ഖിലുകൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ നടപ്പിലാക്കിയാൽ അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഖാല ബലാ യാ റസൂലല്ലാഹ് ദുല്ലനി അലയ്യ. മഹാനായ നബി തങ്ങളെ, എത്രയും വേഗത്തിൽ എനിക്കതൊന്ന് പറഞ്ഞു തരണം, എനിക്കത് ചെയ്താൽ സ്വർഗത്തിലേക്ക് കിടക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ബഅദ കുല്ലി സ്വലാഹ്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നീ പറഞ്ഞോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. ചൊല്ലിക്കാണി. ഇതാവണല്ലേ വളരെ ചെറിയ നിസ്സാര കാര്യം, വളരെ നിസ്സാരമായിരിക്കുന്നൊരു കാര്യമാണല്ലോ. നിസ്സാരമില്ല, വലിയ ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരത്തിന്റെ ശേഷമാണല്ലോ പറയാൻ പറഞ്ഞത്. ഏറ്റവും അഅ്ലമായിരിക്കുന്ന അമല്, അഫ്ളലായിരിക്കുന്ന അമല്, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹാ ബഅദൽ ഇസ്ലാം ബഅദ ഷഹാദത്തൈനി. ഏറ്റവും മഹത്തായ ഒരു അമല് ചെയ്തിട്ടാണ് നീ അത് പറയേണ്ടത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ നിസ്കരിച്ചോ എന്നല്ലേ. നിസ്കാരത്തിന്റെ ശേഷമാണ് നീ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നീ നിസ്കരിച്ചോ, നീ നിസ്കാരക്കാരനായിക്കോ, എന്നിട്ട് ഇതും കൂടി കൂട്ടി ചേർത്ത് കൊടുക്ക്. സുന്നികളായിരിക്കുന്ന ആളുകളോട് മൗലൂദ് ഓതാൻ പറയേണ്ടത് എപ്പോഴാ? നിസ്കരിച്ചതിന്റെ ശേഷമാണ്. നിസ്കരിക്കാത്ത സുന്നികൾ മൗലൂദ് ഓതിയിട്ട് കാര്യമില്ല.
അവർക്ക് മൗലൂദിൽ വിശ്വാസമില്ല. അത് വിസ കിട്ടാനുള്ള തട്ടിപ്പാണ്. കട്ടുടുന്നതായിരിക്കുന്ന മുതൽ പൊളിയാതിരിക്കാനുള്ള തട്ടിപ്പാണതൊന്നും നടക്കുകയില്ല. സുന്നികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എന്താവണം? അഖീദ ശരിയാക്കണം. അതിൽപ്പെട്ടതാണ് നിസ്കാരം. അതുപോലെയുള്ള ഉപദേശങ്ങളാണ് നബിതങ്ങളുടേത്. എത്ര സുന്നികൾ നിസ്കരിക്കാത്ത സുന്നികൾ മൗലൂദ് വയ്ക്കണ്, ബദരീങ്ങളിലാണ്ട് വയ്ക്കണ്. അതിനൊക്കെ അവർക്ക് പ്രതിഫലം അള്ളാഹു ദുന്യാവിൽ കൊടുത്തെങ്കിൽ തന്നെ ആഴമായ അഫ്ളലായ ഇബാദത്ത് ഉപേക്ഷിച്ചു എന്ന കാരണത്താൽ ഒരു നിലക്കും അവർ രക്ഷപ്പെടുകയില്ല. വളരെ ശ്രദ്ധിക്കണം. ഈ അലപരാധികളായ ആളുകൾ നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മൾ വഴിയുണ്ടാക്കണല്ലോ. ഈ ലാ തുമ്പ വല വാല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരിൽ വാലിജാത്ത കൗമ നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സുന്നികളും മൗലൂദോടുള്ള നിസ്കരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഓലിക്ക് നിസ്കാരമില്ല. നിസ്കാരം സഹിയല്ലല്ലോ. നമ്മുടെ റസൂലുള്ളാഹി പഠിപ്പിച്ച നിസ്കാരമല്ലല്ലോ നിസ്കരിക്കുന്നത്. അതിപ്പോ നമ്മുടെ വിഷയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ബഅദ കുല്ലി സലാ, നിസ്കാരത്തിന്റെ ശേഷം പറയണമെന്ന് പറഞ്ഞപ്പോ ചെറിയ ഒരു ദിക്റാണെങ്കിൽ അതിന്റെ അർത്ഥം എടോ നീ നിസ്കരിച്ചോന്നാ, എന്നിട്ട് നീ ഉപയോഗിച്ചോ. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക, പടച്ചോനെ എന്നെ നീ സഹായിക്കണേ അല്ലാ. നിനക്ക് ദിക്ർ ചെയ്യാൻ വേണ്ടി, എനിക്ക് നന്ദി ചെയ്യാൻ വേണ്ടി നീ സഹായിക്കണം. അല്ലാഹുവിന്റെ സഹായം ഇല്ലാതെ ദിക്ർ എല്ലാം കഴിയോ? ശുക്ർ ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക, നിനക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കി തീർക്കാനും എന്നെ നീ സഹായിക്കണേ പടച്ചോനെ. വ തൗഫീഖ് തഅത്തിക, നിനക്ക് വഴിപ്പെടാനുള്ള ഒരു തൗഫീഖ് വേണം. തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഖൽഖുൽ ഖുദ്റത്തി ഫിൽ അബ്ദി ലിതാഅതി, ഒരു മനുഷ്യനുക്ക് അല്ലാഹു തആല വഴിപ്പെടാനുള്ള ഒരു ഭാഗ്യം കൊടുക്കുക, അതിനൊരു കഴിവുണ്ടാക്കി കൊടുക്കുക. എത്ര ആളുകൾ നിസ്കരിക്കാതെ നടക്കുന്നുണ്ട്, അവർക്ക് തൗഫീഖ് ഇല്ല. സാധാരണ നമ്മൾ തൗഫീഖ് പറഞ്ഞാൽ തൗഫീഖ് ഹോട്ടലിന് പേരിടലുണ്ട്, കുട്ടികൾക്ക് പേരിടലുണ്ട്. ആ തൗഫീഖ് അല്ല ഈ തൗഫീഖ്. തൗഫീഖ് ഖൽഖുൽ ഖുദ്റ, അല്ലാഹു തആല ഒരു ഭാഗ്യം, ഒരു കഴിവ് കൊടുക്കുക. ആർക്ക്? ലിൽ അബ്ദി, അവന്റെ അടിമക്ക്, ആണ് പെണ്ണ് ആരോ ആയിരുന്നാലും കുഴപ്പമില്ല. എന്തിനു കഴിവ് കൊടുക്കുക? ലിതാഅതി, വഴിപ്പെടാനുള്ളതായിരിക്കുന്ന കഴിവ് കൊടുക്കുക. അത് അല്ലാഹ് കൊടുക്കുക തന്നെ വേണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹിനോട് യാചിക്കണം. യാചന നമ്മുടെ വകയായിരിക്കണം. അല്ലാഹു തആല നൽകൽ അവന്റെ വകയാണ്, യാചന നമ്മുടെ വക. അങ്ങനെ യാചിച്ച് നന്നാ നമ്മൾ എന്ത് ചെയ്യുക? അല്ലാഹു തആല നൽകിയില്ല എങ്കിൽ നമുക്ക് അള്ളാഹിനോട് യാചിച്ചില്ല എന്ന നിലക്കുള്ള കുറ്റങ്ങളിൽ നമുക്ക് സലാമത്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുകയല്ല. അല്ലാഹുവേ, നിന്നിലുള്ള ഈമാൻ ദായിമയാക്കുന്നതിന്റെ മേലിൽ പുതിയതായ ഒരു വിശ്വാസമല്ല. ഞാൻ മുസ്ലിമായത് കൊണ്ടല്ലേ ഞാൻ നിസ്കരിച്ചത്, നിനക്ക് ഇബാദത്ത് ചെയ്യും, അതൊക്കെ എനിക്ക് നിലവിലെന്ത് ഒന്നും സ്ഥിരമാക്കണം, അത് ഊരിക്കളയാൻ അരുത് എന്ന് പടച്ചവനോട് ദ്വാരക്കാൻ വേണ്ടി മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കുള്ളൊരു യാത്രയിൽ വിളിച്ച്, അതൊരു പ്രത്യേകമായ യാത്ര. ഒരു പ്രാവശ്യം വിളിച്ച് മറുപടി പറഞ്ഞു, രണ്ടാമതും വിളിച്ചു, മൂന്നാമതും വിളിച്ചുകൊണ്ട് പറയുമ്പോൾ നല്ലൊരു അഫ്ളലായിരിക്കുന്ന ഒരു കാര്യഗൗരവമുള്ളതായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലബ്ബൈക എന്നുള്ളതായിരിക്കുന്ന പദം കൊണ്ടുള്ളതായ പ്രതികരണം, അതിന്റെ മറുപടി വളരെ ബഹുമാന സൂചകമായ സമയങ്ങളിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായി നിങ്ങൾ ഇഹ്റാമിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചുകൊണ്ട് നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി എന്ന് പറഞ്ഞതിന്റെ ഒപ്പം പറയണം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക. അതിന്റെ അർത്ഥം കൂടി ഞാൻ പറയാം. ഇനി അത് വരുന്ന വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥവും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. ലബ്ബൈക എന്ന് പറഞ്ഞാൽ പടച്ചവനെ നിനക്ക് 2 പ്രാവശ്യം ഞാൻ മറുപടി പറയുകയാണ്. ബഹുമാനത്തോടുള്ള മറുപടിയാണ്. എന്താണല്ലാ എന്നെ നീ വിളിക്കുന്നത്? ഞാനിതാ അങ്ങോട്ട് എത്താം, ഞാനിതാ അതിനെല്ലാം തയ്യാറാണ് തമ്പുരാനെ. 2 പ്രാവശ്യം. ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന ലോകത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുവിൽ നിന്ന് എല്ലാ അർവാഹുകളെയും അള്ളാഹു പുറപ്പെടുവിച്ചു. മിസല ദർറത്തി, ദർറത്ത് പോലെ പുറപ്പെടുവിച്ചു. അതായത് അണുക്കളെ പോലെ. അണു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ വീടുകളുടെയും അതുപോലെ വലിയ ചുമരിന്റെ ഉള്ളിൽ ഒരു പഴുതുകൾ, ഒരു വിടവുകൾ, നമ്മൾ ഒരു ഗേപ്പിടും. ആ വിടവിൽ കൂടെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാണുന്ന വെളിച്ചത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ചെറിയതായിരിക്കുന്ന കരടുകൾ ഇങ്ങനെ പാറി നടക്കുന്നു. ചെറിയതായിരിക്കുന്ന കരട് പോലെ. അതിനാണ് എന്ത് പറയുന്നത്? അണു എന്ന് പറയുന്നത്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതായിട്ട് ഈ അർവാഹുകൾ മുഴുവനും അള്ളാഹുത്തിന് പുറപ്പെടുവിച്ചു. എന്നിട്ട് ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന ലോകത്ത് ആലമു നാസൂത്ത് എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു തആല ഒരു ഉടമ്പടി ചെയ്തു. കരാറുകളൊക്കെ അള്ളാഹു നടത്തി. അഹദല്ലാഹു മിൻഹും, അവരിൽ നിന്ന് അള്ളാഹു തആല അഹദ് മീസാഖ് എന്ന് പറയപ്പെടുന്നതായ ആ ഉടമ്പടി നടത്തിയിട്ട് അള്ളാഹു ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഖാലൂ ബലാ അന്ത റബ്ബുനാ വ ഇലാഹുനാ ലാ റബ്ബ ലനാ ഗൈറുക. അല്ലാഹുവേ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ ആരാധ്യനും നീ തന്നെയാണ്, ഞങ്ങളുടെ പരിപാലകനും സംരക്ഷകനും നീ തന്നെയാണ് തമ്പുരാനെ. നീയല്ലാത്തൊരു പരിപാലകനും ഒരു രക്ഷിതാവ് ഞങ്ങൾക്കില്ല നാഥാ എന്നവരെന്ത് ചെയ്തു? വളരെ വേഗത്തിൽ മറുപടി പറഞ്ഞു. ഇതാണ് ഒന്നാമത്തേതായിരിക്കുന്ന മറുപടി. അത് പിന്നെ ചില ആളുകൾ ലംഘനങ്ങൾ ചെയ്തു, വഞ്ചനകളൊക്കെ ചെയ്ത അതൊരു വിഭാഗം വേറെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ. പിന്നെ രണ്ടാമതായിക്കൊണ്ട്
മഹാനായ ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ ഖുബൈസ് അല്ലെങ്കിൽ അബൂ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ മൂർനാവിൽ കയറിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ്? ഈ പരിശുദ്ധമായ മക്കായിൽ പോലും എന്റെ വിളി കേൾക്കുമോ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിദാഉ അലൈക വൽ ബലാഗു മിന്നി, നിങ്ങളോട് ഞാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യുക. വൽ ബലാഗു മിന്നി, ആളുകളെ എത്തിക്കുന്ന കാര്യം ബാധ്യതവും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഇങ്ങനെ കറങ്ങി ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ആളുകളെ, ഇന്ന റബ്ബക്കും ബനാ ബൈതൻ, നിങ്ങളുടെ രക്ഷിതാവായിരിക്കുന്ന അല്ലാഹു തആല ഒരു ഭവനം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഹജ്ജു ബിഹി, ആ ഭവനത്തിനോട് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ലക്ഷ്യമാക്കി നിങ്ങൾ പുറപ്പെടണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വദിൻ ബിന്നാസി ബില്ലജി യഗ്തൂക റിജാലാ വലാ കുല്ലി ളാമിരി യഗ്തീന മിൻ കുല്ലി ഫജ്ജിൻ നമീഖ്. അപ്പോ ഫഅജാബഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു. മിന്ന സലാബി റിജാലി വഅർഹാമിൽ ഉമ്മഹാത്തി, ഉമ്മമാരുടേതായ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നോ അതുപോലെ ഉപ്പമാരുടേതായ മുതുവിന്റെ ഉള്ളിൽ നിന്നും മറുപടി പറയുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്ന ഈ മഹത്തായിരിക്കുന്ന സൗണ്ടോടുകൂടെ എല്ലാവരും മറുപടി പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞ ആളുകൾ, വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാര് പറയുന്നത്, പല പ്രാവശ്യം ഹജ്ജിന് പോകാൻ സൗകര്യങ്ങളും ഭാഗ്യങ്ങളൊക്കെ ലഭിച്ച ആളുകൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കും വിളിച്ചിട്ടുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിം വിളിച്ചു എന്ന് നമ്മൾ പറഞ്ഞു എന്നതിന് ഓർമ്മയില്ല എങ്കിലും ഞാൻ ഒന്നും കൂടി ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഓർമ്മയാക്കുകയാണ്. എല്ലാവരും മറുപടി പറഞ്ഞു, അതായത് ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ. ചില ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കാണുന്നില്ല, എത്രയോ കഴിവും സൗകര്യങ്ങളെല്ലാം ഉണ്ടായി, ആ ഒരു കർമ്മത്തിന് പോകാനുള്ള സൗകര്യം അവർക്ക് ലഭിച്ചില്ല. പലരും സഹതാപം പറയാറുണ്ട്, പാവപ്പെട്ട മനുഷ്യന് ഒരുപാട് സ്വത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി, നല്ല നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടെങ്കിലും അതിന് അയാൾക്ക് കഴിഞ്ഞില്ല. അത് കഴിയാത്ത ഇത് തന്നെ അന്ന് അയാൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. എന്തോ പ്രതിബന്ധമായിട്ട് മുമ്പർക്ക് സംസാരിക്കാനോ മറുപടി പറയാനോ കഴിഞ്ഞില്ല. അതിൽ അയാൾ പരാജയപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കും വിളിച്ചു എന്ന് പറയുന്നു, ചരിത്രങ്ങളിൽ കാണുകയാണ്. അപ്പൊ അതിനോടുകൂടെ അവനും മറുപടി പറഞ്ഞു. ആ ചാൻസുകൾ ഉപയോഗപ്പെടുത്തി, ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ അങ്ങിൽ നിന്ന് ഇബ്ലീസ് ചാൻസ് ഉപയോഗപ്പെടുത്തുകയാണ്. അവനോടും മറുപടി പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ദ്വാരന്നോളി. ഇബ്ലീസിന്റെ പാർട്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി അതിൽ പോയാൽ എല്ലാം പോയി ഒന്നും പിന്നെ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ശാശ്വതമായ മറുലോകത്ത് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇവിടെ എന്തെങ്കിലും ആരുടെയും സഹായമുണ്ടെങ്കിൽ ആഖിറത്തിൽ ആരും തിരിഞ്ഞു വെക്കാനില്ലാത്ത ഘട്ടമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ വിഷമത്തോടുകൂടെ പടച്ചവനോട് പറയണം, അല്ലാഹ് നിനക്ക് എല്ലാം സാധിക്കാം, നിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയത് നീയാണ്, മായ്ക്കുന്നത് നീയാണ്. തമ്പുരാനെ യംഹുല്ലാഹു മാ യശാഉ യുസ്ബിതു ഇൻദഹുൽ കിതാബ്, അത് സ്ഥിരപ്പെടുത്താനും മായ്ക്കാനും നിനക്ക് അധികാരമുണ്ട്. അഥവാ വല്ല കാരണവശാലും ഞാൻ ഇബ്ലീസിന് മറുപടി പറഞ്ഞവനാണെങ്കിൽ അത് മായിച്ചുകൊണ്ട് പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉത്തരം ചെയ്ത ആജിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ എന്നിങ്ങനെ ദ്വാരന്നാൽ റബ്ബ് നമ്മെ ഹായിവാക്കുകയില്ല. നമ്മൾ പറയാറുണ്ട്, അള്ളാഹ് തീരുമാനിച്ചൊന്നും മാറ്റൂല്ല, അവന് മാറ്റാം, നമുക്ക് മാറ്റാൻ കഴിയില്ല. അള്ളാഹു തആലയുടെ കയ്യിലാണല്ലോ അതിന്റെ ഉമ്മുൽ കിതാബ് എന്ന് പറയപ്പെടുന്ന അടിയാധാരം. ഒറിജിനൽ പേപ്പർ അവിടെയാണല്ലോ ഉള്ളത്. ഫോട്ടോ കോപ്പിയിൽ മാറ്റി എങ്ങനെയായാലും ഒറിജിനൽ വന്നാലും കണ്ടുപിടിച്ച് കള്ളത്തരം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് മാറ്റാനുള്ള പൂർണ്ണമായ അധികാരം അല്ലാഹുവിന്റെ അടുക്കലാണ്. ലാ യഅ്തീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. ഒരു നിലക്കും അത് മാറ്റാൻ കഴിയുകയില്ല. അപ്പോ എന്നിട്ട് ചരിത്രകാരന്മാർ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ വിളി കേട്ട ആളുകളും ഹജ്ജിന് പോകും, പക്ഷേ അവർക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. അവര് ഹറമിൽ വെച്ചുകൊണ്ട് മരിച്ചു പോകുന്നതാണ്. മരിക്കാതിരിക്കാൻ ദോരക്കണില്ല. വേറെ അങ്ങനെ ഒരു വേണ്ട നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും പൂർണ്ണമായ ഈമാനോടുകൂടെ റാഹത്തോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മമ്മാത ഫിൽ ഹറമൈൻ, മക്കയിലും മദീനയിലും വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ബഅസഹുല്ലാഹു മിനൽ ആമിനീൻ, മഅ്ശറ ലോകത്ത് വരുമ്പോ സമാധാനിയാണ്, വിശ്വസ്തനാണ്, യാതൊരു പേടിയുമില്ല. ഒരു പേടിയും പേടിക്കണ്ട. മഅ്ശറ ലോകത്ത് പേടിക്കാത്തവരാരുമില്ല. ഹറമൈനിൽ വെച്ച് മരിച്ചാൽ, അതായത് മക്കയും മദീനയുമാണ് ഹറമൈനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ അവിടെ വെച്ച് മരിക്കാൻ ദ്വാരക്കുക എന്ന് പറയുന്നത് നമ്മുടെ സഹജമനുസരിച്ച് അത് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഖലാ ഉള്ളതൊക്കെ ഖലാ പോലെ നടക്കട്ടെ. മൂന്നാമത്തതായിരിക്കുന്ന വിളിക്ക് ഉത്തരം ചെയ്തതിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാവട്ടെ. അഥവാ വല്ല കഷ്ടത്താലും വല്ല പരീക്ഷകൾ അള്ളാഹു നമ്മെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ മഹളായ പല കൊണ്ട് അവന്റെ പൂർണ്ണമായ പരമാധികാരം ഉപയോഗപ്പെടുത്തി സാധുക്കളായ നമ്മെ അതിൽ ഒഴിവാക്കിക്കൊണ്ട് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചതായ ആജിമാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.
ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പൊ 2 പ്രാവശ്യത്തെ മറുപടിയാണ് അത് ഈ തുടക്കത്തിൽ വെച്ചു കൊടുക്കുക. ഈ നിയ്യത്തകൾ വെച്ചാൽ ഉടനെ തന്നെ അതൊന്ന് ചേർത്തി അതോട് പറയുക. നബൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല. അപ്പോ ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്യലും ഉംറയുടെ നിയ്യത്തും അതോടെ ചേർത്ത് പറയേണ്ട തൽബിയത്തുകളൊക്കെ ഇനിയിപ്പോ വിഷയത്തിൽ ഇനി ഇതുവരെയുള്ള കളികളൊക്കെ കഴിഞ്ഞു. ഇനി കാര്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കൊണ്ട് വളരെ ഗൗരവമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനിയാണ് ഇതുവരെ ഇപ്പൊ ക്ലാസ് എന്ന് പറയുന്നതിന്റെ മുഖവരകളായിരുന്നു കൂടുതലും പ്രാഥമികമായ മര്യാദകൾ. ഇനി അതിന്റെ കഴമ്പായ ചില വിഷയങ്ങളും കാതലായ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചുകൾ മനസ്സിലാക്കണം. ഓരോ ദിവസം പറഞ്ഞതും പിറ്റേ ദിവസം വരുമ്പോൾ നിങ്ങൾ പറയണം. പിന്നെ ഇനി മഹാനായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാള് ഹജ്ജിന് നിയ്യത്ത് ചെയ്തു എന്നിട്ട് തൽബിയത്ത് ചെല്ലുമ്പോൾ ഉംറയുടെ വാചകമാണ് പറഞ്ഞത്. അതായത് നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക എന്ന് പറഞ്ഞു. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ ഉംറക്ക് നിയ്യത്ത് ചെയ്തു, മനസ്സിൽ വിചാരിച്ചു, പക്ഷേ ഹജ്ജിനെ കൂട്ടിച്ചേർത്ത് തൽബിയത്തില്ല, അതിനും യാതൊരു പ്രശ്നവുമില്ല. അതൊന്നും ഒരു കുഴപ്പമുള്ളതായിരിക്കുന്ന കാര്യമല്ല. പിന്നെ ഇനി 4 വിധത്തിലായിട്ട് ഇഹ്റാം നിർവഹിക്കാം. 4 വിധത്തിൽ ഇഹ്റാം. ഇതൊക്കെ നമുക്ക് ഉപയോഗത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം. ഈ 4 വിധത്തിൽ നിന്ന് 3 നമുക്ക് ഉപയോഗത്തിൽ ഉണ്ടാകുന്ന ഇഫ്രാദ്, തമത്തു, ഖിറാന്, ഇത്ലാഖ്, ഇതാണ് 4 വിധം. അതിൽ നിന്ന് ഇഫ്രാദ്, തമത്തു, ഖിറാന് ഇത് 3ഉം നമുക്ക് സംഭവിക്കാം. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തില് ബലദിന്റെ മീക്കാത്തിൽ നിന്ന് ഇവൻ അങ്ങോട്ട് പോകുന്ന അവന്റെ മീക്കാത്ത്, നമ്മൾ പറഞ്ഞ എത്ര മീക്കാത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? 5 മീക്കാത്ത്. അതിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന മീക്കാത്തുകൾ എത്രയുണ്ട്? നമ്മളിപ്പോ പോകുന്ന മീക്കാത്ത് സൈലുൽ കബീർ എന്ന മീക്കാത്ത്, അങ്ങനെയാണെങ്കിൽ അതല്ല ഈ ജുഹഫ, അബിയാർ, ഏതായിരുന്നാലും വേണ്ടില്ല. ഇവൻ പോകുന്നതായ വഴിയിലുള്ള മീക്കാത്തിൽ വെച്ചുകൊണ്ട് ഹജ്ജിനെ ഇഹ്റാം ചെയ്തു. ഹജ്ജിന്റെ മാസം ഏതാണ്? ആർക്കാ ലജ്ജാന്നറിയാത്തത്? എന്ത് വൃദ്ധങ്ങൾ നേരം കളയാ. ഹജ്ജിനെ ഇഹ്റാം ചെയ്യൽ സഹിയാവുന്ന മാസം ശവ്വാൽ മാസം 1 മുതൽക്ക് ദുൽഹജ്ജ് 10 വരെയുള്ളതായ സമയങ്ങള്. ഒരൊറ്റ ദിവസം ക്ലാസ്സിന് മുടങ്ങാതെ വരുന്ന നല്ല മനുഷ്യന്മാർ ഒരുപാട് ഇതിലുണ്ടല്ലോ. എന്താ അവർ പറയാത്തത്? ഒരൊറ്റ ദിവസം മുടങ്ങില്ല. ഇത്ര ആളുകളൊക്കെ ഞാൻ അവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ പ്രതിബന്ധമല്ല, വെറുതെ ഇരുന്നിട്ട് വരണമെന്നല്ല. അവർക്ക് 100 കാര്യങ്ങൾ വളരെ ദൂരം വരുന്ന ആളുകളൊക്കെ ഒരൊറ്റ ദിവസം മുടങ്ങാതെ. പിന്നെ ഈ പറയപ്പെടാവുന്ന ദുൽഹജ്ജ്, അതായത് ശവ്വാൽ 1 മുതൽക്ക് ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസത്തിന്റെ ഉള്ളിലായി ഇഹ്റാം ചെയ്യുക. ഇതാണ് ഹജ്ജിന്റെ മാസം എന്ന് പറയുന്നത്. ആ മാസത്തിൽ അവന്റെ ബലദിന്റെ മീക്കാത്തിൽ വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട 5 മീക്കാത്തിൽ ഏതെങ്കിലും മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് ഹജ്ജിന്റെ അമലുകളൊക്കെ പൂർത്തിയാക്കി. ഹജ്ജിന്റെ അമല് പൂർത്തിയാകുന്നത് മീനായിലുള്ള കല്ലേറ്, അവിടെയുള്ള രാപ്പാർക്കല്, ഇഫാദത്തിന്റെ തവാഫ്, ഇതെല്ലാം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അയാൾ എന്ത് ചെയ്യുക? ഉംറ നിർവഹിച്ചു. ഹജ്ജിന്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞ്, ഹജ്ജിന്റെ സമയം കഴിഞ്ഞാൽ പോരാ, ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാവണം. ഹജ്ജിന്റെ ചില അമലുകൾ നിർണായകമായ സമയം കൊണ്ട് തീരുന്നതുണ്ട്. ചില അമലുകൾ അവന്റെ ജീവിതത്തിൽ എന്ന് നീട്ടിക്കൊണ്ടാലും യാതൊരു പ്രശ്നം, ഇബാദത്തിന് കുഴപ്പമില്ല എന്നർത്ഥം. ഉദാഹരണം, ഇഫാദത്തിന്റെ തവാഫ്, അത് ആ സമയങ്ങൾ പ്രധാനപ്പെട്ടതായ സമയങ്ങൾ അത് 1-ാം പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നിർവഹിക്കല. അതിന് കഴിയില്ലെങ്കിൽ കുറച്ചുകൂടി നീട്ടിയിട്ട് 4-ാം പെരുന്നാളിന്റെ അസർ വരേക്കും പിന്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അത് വിട്ടു കഴിഞ്ഞാൽ കറാഹത്തുണ്ട്. അതായത് പിന്നെ ചെയ്താലും സഹിയാണ്, നല്ലത് എന്ന് പറയപ്പെടുന്ന നന്മ കുറച്ച് കുറഞ്ഞേ എന്നേ ഉള്ളൂ. അപ്പൊ അതിന് വക്കത്തിൽ അങ്ങനെ എത്ര നീട്ടിക്കൊണ്ടുപോവാ, എത്ര കൊല്ലം വരെ നീട്ടിക്കൊണ്ടുപോവാ. പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോയാൽ ജീവിതത്തിൽ പൂർണ്ണമായ സുഖം അനുഭവിക്കാൻ പറ്റുകയില്ല. ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പൂർണ്ണമായിരിക്കുന്ന സുഖം എന്താ? കുടുംബജീവിതത്തിന്റെ ഉള്ളിലുണ്ടല്ലോ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ജീവിതം ഉണ്ടല്ലോ, അത് പറ്റുകയില്ല. അത് മനസ്സിലായില്ലേ? തിരിഞ്ഞില്ലേ? അല്ലാ, അത് തിരിഞ്ഞില്ലേ പിന്നെ ആർക്കാ പിന്നെ ഇവിടെ തിരിഞ്ഞവര്? അത് ആകെ തിരിഞ്ഞോളൂ, ആദ്യം തിരിഞ്ഞതാ, അതിന് ചെറുതൊന്നും വേണ്ട. അത് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ അത്രയും നീട്ടിക്കൊണ്ടുപോവാം. എന്നാൽ ഉംറ നിർവഹിക്കണമെങ്കിലോ അത് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോ ആ അമലുകളൊക്കെ, ഹജ്ജിന്റെ അമലുകളൊക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ബലദിന്റെ നാട്ടിൽ നിന്ന് പോകുന്ന ആ മീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്തു ഹജ്ജിന്റെ മാസത്തിൽ. എന്നിട്ട് ഹജ്ജിന്റെ അമലുകളൊക്കെ പൂർണ്ണമായതിന്റെ ശേഷം ഉംറ നിർവഹിക്കുക. എവിടുന്ന്? ഉംറയുടെ മീക്കാത്തിൽ പോയിട്ട്. ഉംറയുടെ മീക്കാത്തുകൾ അതായത് ഹറമിന്റെ പുറത്ത് എവിടെയും പോകാം. ആ പുറത്തു പോകുന്ന സ്ഥലം, അത് ഏറ്റവും ഹറമിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം തന്നെയും, അതായത് മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പോയാലും മതി, വേറെ എവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു സ്ഥലം പറഞ്ഞേ ഉള്ളൂ. ഇതിന് ഇഫ്രാദ് എന്ന് പറയുന്നു.
ഇതിനാണ് ഇഫ്രാദ്. ഇഫ്രാദ് പറഞ്ഞാൽ ഹജ്ജിൽ നിന്ന് ഉംറയിനെ വേർതിരിച്ചു, ഹജ്ജിന്റെ അമലുകളൊക്കെ പൂർത്തിയാക്കിയതിന്റെ ശേഷം വേറെടുത്തിയിട്ടാണ് ചെയ്തത്. പിന്നെ തമത്തു എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തേതായിരിക്കുന്ന ഒരു രൂപം, അതായത് ഹജ്ജിന്റെ മാസമാവുന്ന ശവ്വാലിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളുടെ ഉള്ളിലായിട്ട് ഉംറ നിർവഹിച്ചു. ഉംറ എവിടുന്ന് നിർവഹിച്ചാലും വേണ്ടില്ല, മീക്കാത്തിൽ അവൻ പോകുന്ന മീക്കാത്തിലോ എവിടെ വെച്ചോ നിർവഹിച്ചു, ഉംറയുടെ അമലുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഹജ്ജിന് വേണ്ടി അവിടെ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മീക്കാത്ത് കൊള്ള മടങ്ങാതെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് ഹജ്ജിന് ഇറാൻ ചെയ്തു. ആദ്യം ഉംറ ഈ മാസത്തിൽ നിർവഹിച്ചു, ഉംറയുടെ അമലൊക്കെ കഴിഞ്ഞു. ഉംറന്റെ അമല് 4 പ്രവർത്തനങ്ങളെ കൊണ്ടത് കഴിയുന്നു. തവാഫ്, അതായത് ഇഹ്റാമാകുന്ന 1, 2 നിയ്യത്ത്, 2 തവാഫ്, 3-മത്തെ സഈ, 4-മത്തെ മുടി നീക്കുക. അത് കഴിഞ്ഞാൽ ഉംറയുടെ അമല് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന്റെ ശേഷമായി അവിടെ വെച്ചുകൊണ്ട് ഹജ്ജിന് വേറെ ആളെ ഇറാൻ ചെയ്തു. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുത്തമത്തി എന്ന് പറയും. അയാൾക്ക് അറുത്തു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അറുത്തു കൊടുക്കണം. ഒരു ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ ഒരു കാളനെ അല്ലെങ്കിൽ ഒരു ആടിനെ, ഒട്ടകം, കാള എന്ന് പറഞ്ഞാൽ പശുവർഗം, ആ കാളവർഗത്തിൽപ്പെട്ടതായ ഒന്നും, അതുപോലെ തന്നെ ഒട്ടകം, അതിൽ 7ൽ ഒരു ഭാഗം കൊടുത്താലും ധർമ്മം ചെയ്താലും മതി എന്ന് പറഞ്ഞാൽ 7 ആളുകൾ കൂടി ഒന്നിനെ വാങ്ങി കൊടുത്താലും മതി. വൽ ബദനത്തുവൻ സബ്അ വൽ ബഖറത്തുവൻ സബ്അ വശാത്തുവൻ വാഹിദ്. ഒട്ടകം, ബദനത്ത്, ഒട്ടകത്തിന് ഒരുപാട് നാമങ്ങളുണ്ട്. അതിൽപ്പെട്ടതായിരിക്കുന്ന ഒന്നാണ് ബദനത്ത്. അത് ആണൊട്ടകാലും പെണ്ണൊട്ടകാലും വേണ്ടില്ല. അതിന്റെ വാക്ക് പെണ്ണിന് ഉപയോഗിക്കുന്ന പദമാണെങ്കിലും അത് ആണായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 7 ആള് കൂടിയിട്ട് ഹജ്ജിന്റെ മാസത്തിൽ ആദ്യമായി ഉംറ നിർവഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് തന്നെ ഹജ്ജിനും അയാൾ ഏറാൻ കിട്ടി, മക്കയിൽ നിന്ന് തന്നെ. അപ്പൊ ആദ്യം ഉംറ കഴിഞ്ഞിട്ടാണ് ചെയ്തത് ഹജ്ജിന്റെ മാസത്തിൽ. എന്നാൽ അയാൾക്ക് മുത്തമത്തിയാണ്. അയാൾ എന്ത് ചെയ്യണം? അതുപോലെ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഒട്ടകത്തിന് വാങ്ങി ഒരാൾ സ്വന്തം ചെയ്താൽ വളരെ നന്നായി. കുറച്ച് പൈസ കൊണ്ടുള്ളൂ. ഒരു 2500 ഉറുപ്പ്യ ഉണ്ടായാൽ ഒരു ഒട്ടകത്തിന് വിളിച്ചു. ആകെ തന്നെ ഇവിടെ കായ് കൂടി അതിൽ ആകെ നടക്കണം. ഇതൊക്കെ ഇതൊന്നും ചെലവാകണതല്ല, എങ്കിലും ഇരിക്കട്ടെ. പൈസ ഇവിടെ കൂടി, അവിടൊക്കെ അതാണ് ഇത്ര പൈസ ഉള്ളൂ, ഇവിടെ ഇത്ര പൈസ ഉള്ളൂ, ഈ ജനാപത്തേരെ അടുത്ത് ഇത്ര പൈസ ഉള്ളൂ. എന്താ അതിലൊക്കെ പറയാനുള്ളത്? അങ്ങനത്തെ നിങ്ങളോട് ഇപ്പൊ ഞാൻ ഒരു ഒട്ടകത്തിന് 2500 ഉറുപ്പ്യക്ക് വേണ്ടി എത്ര ഇപ്പം ഇന്ന് പത്രങ്ങൾ വായിച്ചു നിങ്ങൾ? എത്ര 600 അതെ 6000 ആളുകളെ ഷേഖ് സായിദ് തവലല്ലാഹു ഉംറഹു, അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നീട്ടിക്കൊടുക്കട്ടെ. ഈ ലോകത്തിന് സമാധാനവും ശാന്തിയും സംരക്ഷണവും അള്ളാഹു പൂർണ്ണമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പത്രത്തിലുണ്ടായിരുന്നു. ഒരു പൈസയും വാങ്ങാതെ കൊണ്ടുണ്ട്. നിങ്ങൾ അറിയില്ലെന്ന് അറിയില്ലേ? ഉണ്ടാ? ആ, ഇതാരും പോണില്ലേ? പേരെടുത്തോളൂ. ഇവിടെ ഇത് 1000 ഖാസയിലാതുകൊണ്ട് എന്റെ പേര് സ്വീകരിക്കണേ. കിട്ടൂലേ? കിട്ടും. നിങ്ങൾ നോക്കിയില്ല, എപ്പോഴേ കണ്ടല്ലേ? ഉണ്ടല്ലേ? പക്ഷെ അതിന് പുസ്തകങ്ങൾ മുഴുവനും വായിച്ചില്ല. കടലാസ് അതിൽ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ സ്വദേശികൾക്ക് മാത്രമേ ഉള്ളൂ. വായിച്ചാ? ഇല്ല, എഴുതിക്കാ കിട്ടില്ല. അല്ല, ഒരു പൈസയും വേണ്ടാന്നർത്ഥം. അങ്ങനെ എത്ര ആളുകൾ കൊണ്ടുപോകുന്നത്? നമ്മൾ നയിച്ച പൈസ എത്രയാണ് ഇതിന് വേണ്ടി ഒന്ന് അതാണ് കൊടുക്കുക എന്നുള്ള തീരുമാനം അങ്ങനെ വെച്ചാൽ അതൊക്കെ എന്നൊരു വിഭാഗത്താവും. ഇതിങ്ങനെ സംശയിച്ചിട്ട് ധൈര്യമല്ല ശേഷ കുത്താനെന്നും പറഞ്ഞൊരു കട്ടാറെടുത്ത് യാ ശേഖ് മൊയ്യദ്ദീൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ കുത്തില്ല. അപ്പൊ മൊയ്യദ്ദീൻ ശേഖന്റെ വിശ്വസന പിന്നെ എന്താ കുത്തിയാല്? അങ്ങോട്ട് ചെലവാക്കണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമുള്ളതല്ല. എന്തൊക്കെ ഇതിന് വേണ്ടിച്ചാൽ വേണ്ടതൊക്കെ എൻ്റെ വക തന്നെ ആയിക്കോട്ടെ എന്നുള്ള ആ ധൈര്യം ഇങ്ങനെ എന്നും വെച്ചിങ്ങനെ ഇരുന്നാൽ ഓരോ ശ്വാസങ്ങളും വിവാദത്താ. ഇവിടുന്ന് ഹജ്ജിന് പോയ സമയത്ത് ചാവക്കാട് ഭാഗത്തുനിന്ന് ഒരു വയസ്സായ ഒരാൾ ഹജ്ജിന് വന്നു. ഓരോ സംഭവം പറയുമ്പോഴാണ് ഓരോന്ന് പഠിക്കേണ്ടത്. ഹജ്ജിന് വന്നു. അയാൾക്ക് ഞാൻ നാട്ടിൽ നിന്ന് അയാളെ പരിചയമുണ്ട്. ഡോക്ടർ എന്ന പേരിലാണ് അയാൾ വിളിക്കുക. കുറച്ച് വൈദ്യുതൊക്കെ അറിയെങ്കിൽ വലിയ ഡോക്ടറൊന്നുമല്ല. അങ്ങനെ ആളുകൾ ചെറുപ്പത്തിൽ ഓരോരോ പേരുകൾ ഉണ്ടാവുമല്ലോ എടുത്തിട്ട്. അതുപോലെ നിസ്കാരം ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ഒരുപാട് പ്രായം എൻ്റെ ഒരു 85 വയസ്സോളം അയാൾക്ക് ഉണ്ടാവും. അങ്ങനെ അയാൾ നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു പോകുമ്പോൾ കൂടെ പോകാൻ ആവില്ല. മക്കളൊക്കെ ദുബൈയിലും അബുദാബിയിലും ഒക്കെ ജോലി ചെയ്യണ നല്ല ശമ്പളക്കാരൊക്കെ ഉണ്ട്. അയാളെ കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടല്ലോ വരാം. കുറച്ചു കാലം മുമ്പാണ്. അയാൾക്ക് ആരും സഹായിക്കാനില്ല. പൈസ എത്രയും കൊടുക്കുക, കൂടെ പോകാൻ ആരുമില്ല. അയാൾ അങ്ങനെ കപ്പലിന് വന്നു. കപ്പൽ ബോംബെയിൽ വന്നപ്പോൾ അയാൾക്ക് നല്ല ഭാഷയും അതുപോലെ ബദർ പാടാനും അതുപോലെ മാല പാടാനൊക്കെ അറിയാം. മാലപ്പാട്ട് നല്ല പാട്ടാണല്ലോ. ചില ആൾക്കാർക്ക് മാലപ്പാട്ടിനോട് ഇഷ്ടമില്ല. അതിൽ വലിയ കഴിവുള്ള പാട്ടാണ് അതൊക്കെ. അതൊക്കെ പാടുന്നിട്ടപ്പോൾ കുറേ ചെക്കന്മാരൊക്കെ അയാളെ കൂടെ കൂടി അങ്ങനെ കപ്പലിലൊക്കെ അയാൾ ഇങ്ങനെ കോമാളിയാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഇയാൾക്ക് എന്ത് ചെയ്തു? ഇയാൾ പറഞ്ഞു, മക്കളെ മുൻപത്തെ കുറച്ച് പൈസ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. എനിക്ക് അവിടെ എത്തിയാലും നിങ്ങൾ റൂമൊക്കെ ശരിയാക്കി തരണം, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരണം, പൈസക്ക് സൂക്ഷിക്കാൻ വയ്യ, ഞാൻ എവിടെയും നഷ്ടപ്പെട്ടു പോകുള്ളൂ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? ചെക്കന്മാരെ പൈസ അടിച്ചു. ഇവർ കള്ളന്മാർ എന്തിനു കൊണ്ടാ? ഇവർ ഉംറ വിസ അടിച്ചിട്ട് ജിദ്ദയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റിയിട്ട് മറ്റേ ഈ ഫോണെടുത്തിട്ട് എന്താണ് ട്രൗസർ ഇട്ടിട്ട് കഴിച്ചില്ല ആൾക്കാരാ. ഇവരങ്ങനത്തെ ആൾക്കാരാ.
പക്ഷേ ഇയാൾക്ക് എന്ത് ചെയ്തു, ഈ കൂടെ പോകുന്ന ആളിൽ മക്കത്ത് വരെ എത്തിയിട്ട് അവർ റൂമിൽ കൊണ്ടുപോയി ആക്കി പൈസ ഇട്ട് വരെ മുങ്ങി ചാടി വരെ അതിനോട് എത്തിച്ചു കൊടുത്തു. ഞാനിവിടുന്ന് ഹജ്ജിന് ഒക്കെ ചില സമയത്ത് ഒറ്റയ്ക്ക് പോകുന്ന കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായി. അതിൽപ്പെട്ടൊരു കൊല്ലമായിരുന്നു. അങ്ങനെ ഇയാളെ വിളിച്ച് കണ്ടു, സംസാരിച്ചു. അങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ ഒരു നിധി കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇപ്പം ഞാൻ ഈ കാബത്തിൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് വേണ്ടത് കഴിഞ്ഞില്ല. ആരൊക്കെ ചെന്നിട്ട് കുറേ ചെയ്തൊന്നും സഹിയായിട്ടില്ല. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കല്ലോ, എനിക്കൊന്നും കഴിയില്ല, എന്നെ സഹായിക്കാൻ ആളില്ല. പിന്നെ വേറെ ഞാനൊരു കുടുക്കിൽ കുടുങ്ങി. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഇതാണ് സംഭവങ്ങൾ. പൈസകളൊക്കെ പോയി. അതുകൊണ്ട് കുറച്ച് പൈസ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ആളുകളുടെ ഇടയിൽ അയബാവാത്ത രൂപത്തിൽ ഇവിടെ നിന്ന് പോകുമായിരുന്നു. അവിടെ ചെന്നാൽ കുട്ടികൾ തരുമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചു എത്ര പൈസ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ എന്തിനു പറയുന്നു, അയാളോട് ഞാൻ പറഞ്ഞു ഇത്രയും പൈസകളൊക്കെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയേക്ക് ഇത് എന്ത് പഹന്മാരാണ് കള്ളന്മാർ, അവർക്ക് നിങ്ങൾ ഈ കാബത്തിൻ്റെ അടുത്തൊക്കെ തോർന്നാൽ അവർ വെറുതെ ആവില്ല എന്ന് പറഞ്ഞേക്ക്. ഇയാളുടെ മറുപടി പൊന്നാര മുജരെ അത് പറയരുത്, അയാളുടെ ഈമാനങ്ങൾ നോക്കണം, അത് പറയരുത്. അതൊക്കെ എൻ്റെ ഹജ്ജിൻ്റെ പൈസ, ഞാൻ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ കൊടുക്കുന്നതൊക്കെ മക്കത്തും അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്ത് ചിലവാക്കാനുള്ള പൈസയാണ്. ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നതൊക്കെ അതിനുവേണ്ടി ചിലവായിനാ. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധിയും തൻ്റെ ഇടം കൊടുക്കട്ടെ. എനിക്കൊരു അയബില്ലാത്തനക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ വിളിച്ച് കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് ഒരു പ്രശ്നമില്ല. അള്ളാഹു അവർക്ക് നല്ലത് കൊടുക്കട്ടെ. എൻ്റെ ഹജ്ജിൻ്റെ ചിലവിൽ ഞാനത് പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടത് നിങ്ങൾ കൊണ്ടുപോയ ഒരു 10 പൈസ ഔദ്യോഗികമായിട്ട് ചിലവഴിച്ചാൽ അതിനൊക്കെ നിങ്ങൾ കണക്ക് വെച്ചു. അനൗദ്യോഗികമായിട്ട് എന്തെല്ലാം നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവും ചിലവ്. ഇതാണ് മനുഷ്യനുമായിട്ട് ഈമാനികമായ ബന്ധം ഇത്തരം കാര്യത്തിലുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏതൊരു സ്ഥലത്ത് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞാലും പറയുന്നത് എന്താ, വംഫിഖൂ മിമ്മാ റസഖ്നാകും വംഫിഖൂ മിമ്മാ റസഖ്നാകും വയുംഫിഖൂന മിമ്മാ റസഖഹുമുല്ലാഹ്. അള്ളാഹ് പറയണതൊക്കെ പറയണതാ, നമ്മൾ തന്നത് നിങ്ങൾ കൊടുത്താൽ മതി, നമ്മൾ തന്നത് അവർ കൊടുത്തോട്ടെ. അപ്പോൾ തന്നെ നമുക്കൊരു ചിന്തിക്കാൻ അവിടെ ഉണ്ടല്ലോ, നമ്മുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ അള്ള തന്നതാണ്, ഓൻ പറഞ്ഞ മാതിരി ഓൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന്. ആ ഒരു ചിന്തയും കൂടി ഇവിടെ കെടുക്കട്ടെ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഒട്ടകത്തിനറക്കാൻ വേണ്ടി 2000 2500 വേണ്ടി വന്നു. അതിൽ തന്നെ ഒതുങ്ങി നിന്ന ഒരു നിയമങ്ങൾ നമ്മളിൽ നിക്ഷിപ്തമായാൽ പിന്നെന്തിനാ കുതിരേണ്ട ഒരു ആവശ്യമോട് വരികയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നമ്മളുടെ യാത്രയിൽ അങ്ങനത്തെ ഒരു അവസ്ഥകളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. അള്ളാഹു നമുക്ക് പൂർണ്ണമായ ഹജ്ജ് ഉംറയൊക്കെ റാഹത്തോടുകൂടെ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ പെണ്ണുങ്ങളുമായി ഫാമിലികളുമായി ഹജ്ജിന് പോകുന്ന ആളുകൾക്കും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കണ്ട് വളരെ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തൃപ്തി തന്നെ ആണും പെണ്ണും ഒന്നിച്ച് ഒരു റൂമിൽ താമസിപ്പിക്കില്ല. കുഴപ്പമുണ്ടാക്കും അവർ അവിടെ എത്തിയാൽ. അപ്പം അങ്ങനെ താമസിച്ചാൽ ഹജ്ജൊക്കെ തയ്യാറാക്കും. അവരൊക്കെ ഫാമിലി വേറെ, മറ്റുള്ള എല്ലാവരും എന്ത് ചെയ്യുക, അതായത് പെണ്ണുങ്ങളൊക്കെ വേറെ, ആണുങ്ങൾ അടുത്ത റൂമിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് അവരുമായി എന്ത് ചെയ്യുക, അവരുമായി മാത്രം സംസാരിക്കാനുള്ള പേര്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങളുടെ കൂടെയുള്ള ഭാര്യമാരൊന്നും നിങ്ങളുടെ കൂടെ കൂടാനൊന്നും ഉണ്ടാവില്ല. അവിടെ എത്തിയാൽ അവർക്ക് വേറെ റൂം, നിങ്ങൾക്ക് വേറെ റൂം. ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിച്ചു പോവുകയേ വേണ്ട. ചില ആളുകൾ വിചാരിക്കുന്നത് നമുക്കല്ല സുഖസുന്ദരമായിട്ട് നമുക്കും പെണ്ണുങ്ങൾ കൂടെ ഇങ്ങനെ കൂടാ, ഒന്നും പറ്റില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾ എഴുതണം. മുമ്പൊരാൾ നമ്മുടെ കൂടെ വന്നിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. ഭാര്യ ഗർഭിണിയായിരുന്നു. അയാൾ ഇവിടെ ആരോടോ പറഞ്ഞിരുന്നു അത്രേ, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അതുകൊണ്ട് ഇവൾക്ക് ക്ഷീണമാണ്, എപ്പോഴും സഹായത്തിന് വേണം, ഞങ്ങൾക്ക് റൂം വേണം. അന്നൊക്കെ റൂമിന് ഇവിടെ തന്നെ വില നിശ്ചയിച്ച് പോകണം. അവിടെ ചെയ്തില്ല റൂം എടുക്കലെന്നെ 1200 ദിർഹംസ് അല്ല റിയാൽ കൊടുക്കുന്ന റൂമാണ്. അവിടെ എത്തി അയാൾ പറഞ്ഞു, റൂമുകളൊക്കെ തൃപ്തിയാക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റക്ക് റൂം വേണം, ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടാ പറഞ്ഞത്? അത് എൻ്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞു. അടക്കപ്പൊന്നും അയാത്തിലുണ്ട്, ഞാനത് പറയണില്ല. അയാളോട് പറഞ്ഞു, അങ്ങനെ ചുരുക്കം പറയാം, വേണ്ട കച്ചറ എൻ്റെ ഭാര്യ. അപ്പം നമ്മൾ പറഞ്ഞു തന്നെ, ഒരു റൂമിൽ 14 ആൾ താമസിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 14,000 റുപ്യ അതിന് വെച്ചു കൊടുക്കേണ്ടി വരും. 5 പൈസൻ്റെ ഇരുന്നിട്ടില്ല, ഞാനാ പറഞ്ഞ 1200 ആ കച്ചറ കൂടും. അതുകൊണ്ട് അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും നിങ്ങൾ ചിന്തിച്ചു പോകണ്ട. അവിടെ എത്തിയാൽ പെണ്ണുങ്ങൾ എല്ലാവരും ഒരു റൂമിൽ, അവർക്ക് കൊള്ളാവുന്ന റൂമുകളിൽ അവർ, പുരുഷന്മാർ വേറെ. അതോടുകൂടെ ഞാൻ മറന്നുപോയെങ്കിലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ ആരുടെങ്കിലും ഒരു ഭാര്യ ഒരു റൂമിലേക്ക് കടന്നുകൂടിയാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള പൂർണ്ണമായ പെർമിറ്റുകളോ ലൈസൻസുകളൊന്നും ഉണ്ടാവില്ല. പുറത്തു നിന്നിട്ട് എന്ത് ചെയ്യണം, വിളിക്കണം. അല്ലെങ്കിൽ നമ്പർ ഉണ്ടാവില്ല, ആളുകൾക്ക് നമ്പറിൽ വിളിക്കണം, അല്ലെങ്കിൽ പേര് വിളിക്കണം, ഒരു പുറത്തുനിന്ന് ആവശ്യങ്ങൾ പറയണം. അത് കടന്നില്ല. കടന്നിട്ട് പെണ്ണുങ്ങൾ, നമ്മുടെ ഒരു പെണ്ണുങ്ങളുണ്ട്, ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ നമുക്ക് കലാലാവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ നമ്മുടെ ഹജ്ജുകൾ പൂർണ്ണമാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതൊരു ഇസ്സത്തോടുകൂടെ, ഇഫ്ഫത്തോടുകൂടെ, റാഹത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ ചെയ്തു തീർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തരുമാറാവട്ടെ. അപ്പൊ തമത്തു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ്രാദ് പറഞ്ഞു കഴിഞ്ഞ് തമത്തുലേക്ക് കിടന്ന ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വേർതിരിക്കാന്ന് പറഞ്ഞോണ്ടായില്ല. എന്താണത്? ഹജ്ജിന്റെ മാസത്തിൽ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ അമൽ പൂർത്തിയാക്കിയതിന്റെ ശേഷമായി ഉംറ നിർവഹിക്കുക.
മീക്കാത്തിൽ നിന്ന് ഹജ്ജിനെ ഇഹ്റാം ചെയ്തുകൊണ്ട് അമലുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഉംറ നിർവഹിക്കുക. ഇതിനെ എന്ത് പറയുക? ഇഫ്രാദ് എന്ന് പറയുക. കുറച്ച് വാക്കുകൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിൽ ഉംറ നിർവഹിച്ചു, അത് കഴിഞ്ഞതിന്റെ ശേഷമായി അവിടെ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. അതിനാണ് തമത്തു എന്ന് പറയാ. തമത്തുവായിട്ട് ഇഹ്റാം ചെയ്താൽ അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ അറവ് നിർബന്ധമാം 4 നിബന്ധനകളാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നത്. 4 നിബന്ധനകൾ. ഒന്ന്, ആ നാട്ടുകാരനാവാതിരിക്കുക. ആ നാട്ടുകാരനാണ് അവിടുന്ന് എന്ത് ചെയ്തു, ഉംറ കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ആ നാട്ടുകാർക്ക് എന്ത് വേണ്ടതില്ല? അറവ് നിർബന്ധമില്ല. മസ്ജിദുൽ ഹറാമിന്റെ അഹ്ലികാരായിരിക്കുന്ന ആളുകൾക്ക് അറുത്തു കൊടുക്കൽ നിർബന്ധമില്ല. അവിടെ പോയി താമസിക്കുന്ന ആളുകളുണ്ട്, മുഖീമീങ്ങൾ എന്ന് പറയും. ഇപ്പോ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരാ, അതല്ല നമ്മൾ മറുനാട്ടുകാരാ, പുറനാട്ടുകാരാ. ചിലർ വലിയ ഒരുപാട് കാലങ്ങളോളായി ഇവിടെ വന്നിട്ടൊക്കെ ആകെ ജീവിതത്തിൽ ഒരു നാട്ടിൽ ഒരു കള്ളി അറിയാത്ത മനുഷ്യന്മാരുണ്ട്. ഉള്ള വയസ്സ് മുഴുവൻ 25 കൊല്ലം 30 കൊല്ലത്തിന്റെ ഒക്കെ അടുത്ത് ഒരു മനുഷ്യന്റെ ശബാബുള്ള സമയമുണ്ടല്ലോ, അത് മുഴുവൻ ഇവിടെ ചെലവഴിച്ച് അതിലിടക്കൊക്കെ ഒന്ന് പോയിട്ട് ഒരു മാസമൊക്കെ ഒന്ന് പോയി ഇന്ന് സ്വപ്നം കണ്ടിട്ട് പോരാന്നല്ലാതെ അവൻ എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും. വീടിന്റെ റൂമുകൾ പോലും ശരിക്കും ഓർമ്മയില്ല. വീട്ടിൽ പോയിട്ട് സുഖസുന്ദരമായിട്ട് അന്തി ഉറങ്ങാനോ പകല് സഞ്ചരിക്കാനോ സമയങ്ങൾ ലഭിച്ചില്ല. പുറത്ത് ചെന്ന സമയത്തൊക്കെ പുറത്തായിരുന്നു. വീട്ടിന്റെ വളപ്പിലുണ്ടാക്കിയതായിരിക്കുന്ന പിലാവുമ്മലുണ്ടാവുന്ന ചക്ക പോലും തിന്നാൻ കഴിഞ്ഞില്ല, മാങ്ങ പോലും തിന്നാൻ കഴിയാത്ത എത്ര പാവങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? 4 നിബന്ധന. ആ നാട്ടുകാരായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വേണ്ടതില്ല? അറുത്തു കൊടുക്കാന്നുള്ള കാര്യം നിർബന്ധമില്ല. അതോടുകൂടെ വേറെ, അതായത് ഹജ്ജിന്റെ മാസത്തിൽ തന്നെയാണ് ഉംറ നിർവഹിച്ചത്. ശവ്വാലിലോ ദുൽഖഅദയിലോ ഒക്കെ തന്നെ ഉംറ നിർവഹിച്ചത്. പക്ഷേ ഹജ്ജിന്റെ ഇഹ്റാമിന് വേണ്ടിയിട്ട് ഈ 5 മീക്കാത്തിൽ നിന്ന് ഏതോ ഒരു മീക്കാത്തിലേക്ക് പോയി. അവിടെ നല്ല ഇറാൻ ചെയ്ത്, മക്കയിൽ നല്ല ഇറാൻ ചെയ്ത് ചെയ്യാം. പക്ഷേ അറുത്തു കൊടുക്കണം. പക്ഷേ അയാൾ പോയത് പുറത്തേക്ക് ഇങ്ങനെ ഈ മീക്കാത്ത് ഏതെങ്കിലും ഒരു മീക്കാത്ത് കൊള്ള പോയി. അങ്ങനെ പോയാൽ അയാൾക്ക് എന്ത് വേണ്ടതില്ല? പോയാൽ അറുത്തു കൊടുക്കൽ നിർബന്ധമില്ല. അതോടുകൂടെ പിന്നെ എത്ര സ്ഥലത്താ പറഞ്ഞത്? എത്ര 2 സ്ഥലത്ത് പറഞ്ഞില്ലേ? പിന്നെ ഹജ്ജ് ആ കൊല്ലത്തിൽ തന്നെ ഉംറ നിർവഹിച്ചവനാവുകയും ചെയ്യാം. ആ കൊല്ലത്തിൽ തന്നെ ആള് ഉംറ നിർവഹിക്കുന്നില്ല, ഹജ്ജ് മാത്രമേ നിർവഹിക്കുന്നുള്ളെങ്കിലോ അവിടെ എന്തില്ല? അറവിന്റെ പ്രശ്നം വരുന്നില്ല. ഹജ്ജ് ചെയ്ത് മുമ്പിലോട്ട് പോന്നു. അതോടുകൂടെ തന്നെ ഹജ്ജിന്റെ മാസത്തിൽ ഉംറ ചെയ്യുക. ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട സമയത്തിന്റെ ഉള്ളിലായി ഉംറ നിർവഹിക്കുകയും ആ കൊല്ലം ഹജ്ജ് ഉംറയും രണ്ടും കൂടി സംഭവിക്കുകയും വേണം. അപ്പോഴേ ഇറക്കേണ്ടതുള്ളൂ. മീക്കാത്ത് കൊള്ള മടങ്ങാതിരിക്കുക, ആ നാട്ടുകാരനല്ലാതിരിക്കുക. ഈ 4 നിബന്ധനകൾ ഉണ്ടാകുമ്പോഴാണ് അറുത്തു കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന ഈ ബാധ്യത, കടപ്പാട് അവനുള്ളൂ. അല്ലാത്തവർക്ക് അറുത്തു കൊടുക്കേണ്ടതില്ല. അറക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ടതായിരിക്കുന്ന കാളവർഗത്തിലോ അല്ലെങ്കിൽ ഒട്ടകവർഗത്തിലോ ഒന്ന് മുഴുവൻ അറുത്തു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അതിന് 7ൽ ഒരു ഓഹരി ചേർന്നാലും മതി. ഒരു ഓഹരി ഫർളുകാരുടെയും മറ്റൊരാൾ ഇറച്ചിക്ക് വേണ്ടി ഇറക്കുന്നവൾ, അതിനും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ അതുപോലെ ആടാണെങ്കിലും ഒന്ന് മാത്രമേ പറ്റുകയുള്ളൂ. അതിൻ്റെതായിരിക്കുന്ന പ്രായപരിധി എത്തിയതായ സാധനങ്ങളെ അറുത്തു കൊടുക്കുക. അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പൊ ഇഫ്രാദ് തമത്തു എന്ന് പറയപ്പെടുന്ന 2 കഴിഞ്ഞു. ഇനി ഖിറാൻ എന്ന് പറയുന്നതായ മറ്റൊന്നാണ്. ഖിറാൻ എന്ന് പറഞ്ഞാല് ഒരു നിയ്യത്തിൽ 2ഉം കൂടി ഒരുമിച്ച് കൂട്ടുക. 2 കൂടി ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാല് പിന്നെ നവൈത്തുൽ ഹജ്ജ വൽ ഉംറത വഅഹറംതു ബിഹിമാ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഹജ്ജും ഉംറയും കരുതി, അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ വ ഉംറത്തിൻ ലബ്ബൈക്ക് എന്ന് ചേർത്ത് പറയുക. ഇതും ജായിസാണ്. ഇങ്ങനെ ആകുമ്പോൾ ആകെ ഒരു അമല് കൊണ്ട് ഒരു തവാഫ്, ഒരു സഅയ്, ഇത്ര അതുപോലെ ഒരേ ഒരു അമല് കൊണ്ട് 2ഉം പൂർത്തിയായി. പക്ഷേ കാരണം കൂടാതെ ഇതത്ര നല്ലതല്ല. അതായത് ഹജ്ജിന്റെ മുമ്പോ പിമ്പോ ഒരു ഉംറ വേറെ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ കൂട്ടിച്ചേർക്കാതിരിക്കലാണ് നല്ലത്. അതോടുകൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നിയത്ത് ചെയ്താൽ അയാൾക്ക് അറുത്തു കൊടുക്കൽ നിർബന്ധമാകുന്നു. ഇങ്ങനെ ഇതാണിപ്പോ ഇഫ്രാദ്, തമത്തു, ഖിറാന്. ഇനി ഇത്ലാഖ് എന്ന് പറയപ്പെടുന്ന മറ്റൊന്നാളുള്ളത്. അതൊന്നും നമുക്കത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക. കാലങ്ങളെങ്കിൽ നമ്മൾ മുഖീം താടി വടിച്ച ഇത് പിന്നെ അതൊക്കെ ഇന്നലെ കഴിഞ്ഞല്ലേ കല്യാണമൊക്കെ, പന്തല് പൊളിച്ചല്ലേ. താടി വടിച്ചതായ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ച ജമാഅത്തിന്റെ കൂലി ലഭിക്കുമോ? ചിലർ മീശയും താടിയും പഠിച്ചാല് 2 കൂടി പഠിച്ചാ പിന്നെ എന്താ അതിന്റെ ഹാല്?
പഠിച്ചവർ ഇമാമ് നിൽക്കുന്നത് തുടർച്ച സഹിയാകുമ്പോൾ തുടർച്ചക്ക് യാതൊരു കുഴപ്പവുമില്ല, സഹിയാകുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് രണ്ടാളും അതുപോലെ തന്നെയാണ്, ഇമാമും മഅ്മൂമും ഒരേ ക്രമത്തിൽ. ഇത് രണ്ടും കൂടി പഠിക്കുന്ന സ്വഭാവം ഒരു കലന്തരിയാക്കൾ എന്ന് പറയുന്ന ഒരു കൗമാണ്. അത് ഒരിക്കലും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഒന്നിന് ഇളവുണ്ടെന്നതിന് അർത്ഥമല്ല കേട്ടോ. ഒന്നിന് രണ്ടും കൂടി താടി മേശക്കുര. ഒരു പുരുഷനക്ക് അള്ളാഹുതല കൊടുത്തൊരു ഇജ്ജത്താണ് ഇതൊക്കെ. അതാണ് പഠിച്ചിട്ട് മീശും കൂടി പഠിച്ചത്. പിന്നെ അതിന്റെ മുഖം നോക്കിയാൽ എന്താ, പിന്നെ ഒരു മോലയും തലക്കണ്ണേനെ പിടിച്ച് കെട്ടിക്കാം, അല്ലെ, കല്യാണം അന്വേഷിക്കാം. അത് ചെയ്തു തരുത്ത വളരെ മോശമാണ് അതൊക്കെ, ഇരപ്പ്. പിന്നെ തൊപ്പി ധരിക്കൽ സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞു. അധികവും തലമറക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. തൊപ്പി ധരിക്കാതെ എന്ന് പറഞ്ഞാൽ തലമറക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സാലിഹീങ്ങളും മുഅ്മിനീങ്ങളൊക്കെ സുന്നത്താക്കിയതായിരിക്കുന്ന ഒരു അമല് അവൻ ഒഴിച്ചു. അതിൽ ഏറ്റവും വലിയതായിരിക്കും അപകടമല്ലേ? നിസ്കാരം സഹിയായില്ല എന്നല്ല അവിടുത്തെ പ്രശ്നമുള്ളത്. റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത്, ഭാരമില്ലാത്ത, പ്രശ്നമില്ലാത്ത, വിഷമിക്കാത്ത ഒരു സുന്നത്ത് അവൻ ഒഴിച്ചു എന്നുള്ളതാ. അത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരത്തിൽ തലമറക്കാത്ത സമയങ്ങൾ എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ ഔക്കാഫിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു പത്രം ഇറങ്ങിയിരുന്നു, അൽ ഹുദ എന്ന് പേരുള്ള ഒരു പത്രം, ഒരു കടലാസ്. അതിൽ അസ്ഇലത്ത് അജിവിവത്ത് എന്ന് പറയപ്പെടുന്ന ചോദ്യ ഉത്തരത്തിൻ്റെതായിരിക്കും ഒരു ഭാഗമുണ്ടായിരുന്നു. അതിൽ ഒരു പ്രാവശ്യം ദുബൈയിൽ നിന്നുള്ള ചില ശൈഖന്മാർ ചോദിച്ചു ആരോട്? ഔക്കാഫിന്റെ പണ്ഡിതന്മാരോട്, നബി തങ്ങൾ തലമറക്കാതെ നിസ്കരിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നോന്നാ. അതിന് ഒരു മറുപടി, ലക്ഷ്യസഹിതമായ മറുപടി കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത സമയം മാത്രമാണ് തലമറക്കാതെ നിസ്കരിച്ചത്. ബാക്കി എല്ലാ സമയത്തും റസൂൽ തലമറച്ച് നിസ്കരിച്ചിരുന്നു. അലപരാധികൾ സമ്മതിക്കുകയില്ല, വാലും തോലുമില്ലാത്തവർ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഇതൊരു ഭാരമുള്ള കാര്യമല്ല. നബി തങ്ങളുടെ സുന്നത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നികളാണല്ലോ. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നah. എന്റെ സുന്നത്ത് ഇഷ്ടപ്പെട്ടതായ ആള് അത് ഉൾക്കൊള്ളുന്നവനാണല്ലോ. എന്നാൽ ഫഖദ് അഹബ്ബനി, എന്നോട് അവൻ ഇഷ്ടമുള്ളവനായി എന്ന് ഞാൻ അംഗീകരിച്ചു. എന്റെ സുന്നത്ത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുത്താൽ കാന മഈ ഫിൽ ജന്നah, എന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തൊരു ഭാരാതിലുള്ളത്! ജോലിക്കൊക്കെ പോകുമ്പോ പോക്കറ്റിൽ വെച്ചൂടെ, ഒരു ചെറു തൊപ്പി വെച്ചൂടെ? അത് ഓട്ടല്ലാത്തായാൽ ഏറ്റവും നന്നായി. ഓട്ടല്ലാത്ത തൊപ്പിയാ കുറച്ചുകൂടി നന്നായി. എന്നിട്ട് നിസ്കരിക്കുമ്പോൾ തലയിലൊന്ന് പൊത്തി വെച്ചൂടെ? സഹോദരന്മാരെ, അങ്ങനെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണേ. നിസ്കാരം സഹിയാണ്, യാതൊരു കുഴപ്പമില്ല. എങ്കിൽ തന്നെ ഹബീബായ റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തല്ലേ, അതിൻ്റെ ഉള്ള കഴമ്പിന്റെ വിശാലത എത്രയാണ്! അതുകൊണ്ട് വളരെ ഗൗരവമായി നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പിന്നെ ഇത് വേണ്ടാന്നൊക്കെ പറയുന്ന ആളുകൾ നടക്കുന്നുണ്ട്. ആളുകളെ പോക്കറ്റടിക്കാൻ വേണ്ടി നല്ല നല്ല സുന്നത്തായ അമലുകളെ അതിലൊന്നും ഒരു കഴമ്പില്ലാന്ന്. കുത്തുബോധമ്പകൾ കൂടി തലമറക്കാത്തതായ കൗമുണ്ടത്രേ. നായി ബേക്കിലൂടെ വന്നിട്ട് ഇറച്ചി കെട്ടി തൂക്കിയതാഴ്ച കടിച്ചു മുറിക്കാൻ വരും. അങ്ങനത്തെ തുണിയാടുത്തുള്ളത് മനസ്സിലായോ? ഇത് ആ ജാതി ഒരു ഡബിൾ വേസ്റ്റ് അല്ല, ഒരു സിംഗിൾ വേസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് പട്ടി വിചാരിച്ച് എന്താ അത് ഇറച്ചി കെട്ടി തൂക്കി മുറിക്കാൻ കെട്ടിയതാണ്. ഓടി വരും പിന്നാലെ ഈ ജാതി എടുത്തിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പ്രസവിക്ക. ഇതിന്റെ പിന്നാലെ എന്താ ഇതിനൊക്കെ പറയാ? അപ്പൊ തൊപ്പിയുടെ വിധി അങ്ങനെയാവുന്നു എന്ന് പറഞ്ഞ അധിക ആളുകളും വല്ല കുഴപ്പമുണ്ടോ? 3, താടിയും മുടിയും കറുപ്പിക്കലും ചായം കൊടുക്കലിനെ വിധി എന്താകുന്നു? കറുത്ത ചായം കൊണ്ട് ചായം കൊടുക്കുക, താടിക്ക് കളർ കൊടുക്കുക എന്നുള്ളത് നല്ലതല്ല. അത് ഹറാമാണെന്നും കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അത് അത്ര നല്ലതല്ല. യുദ്ധസമയങ്ങളിൽ യുദ്ധത്തിന് പോകുന്നതായിരിക്കുന്ന ആളുകൾ, പുരുഷന്മാരാണല്ലോ യുദ്ധത്തിന് പോകുന്നത്, താടിനെ സംബന്ധിച്ചും അവരെ കുറിച്ചാണല്ലോ പറയാനുള്ളത്. അവര് പോകുമ്പോൾ അവരെ താടിക്കൊക്കെ എന്ത് ചെയ്യുന്നതാണ്? കറുത്തതായിരിക്കുന്ന ചായങ്ങൾ കൊടുത്ത് ഇർഹാബല്ലിൽ കുഫാരി ഇർഹാബല്ലിൽ അഅദായി, ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വയസ്സായിട്ട് പെന്റെമാരുള്ള ആളുകളൊക്കെ ശത്രുക്കളെ മുമ്പിൽ ചെയ്യുമ്പോ പാവം ഒരു ഊത്തൂതി ഉണ്ടെങ്കിൽ അത് ആകെ പാറിപ്പോകുന്നതാണ്. അത് നിരച്ച് ആകെ ഒന്നിനും കൊള്ളാതായിക്കണെന്നു. അതേ സമയത്ത് നല്ല താഴ്ത്ത മുട്ടികളെ പഹമര രോമകളുണ്ടായിരുന്ന കറുത്തിട്ട് പോകാനായിട്ടൊന്നും നേരിട്ട് കാര്യമില്ല, ഓടി കഴിച്ചിലാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണല്ലോ ജിഹാദ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആ ശത്രുക്കളെ ഓടിപ്പിക്കാൻ വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അല്ലാത്ത ഇബാദത്തിന്റെ ഘട്ടങ്ങളിലൊന്നും ഇത് നല്ലതല്ലാത്ത കാര്യമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പുറമെ ഇങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ
ലം യജിദ് അർഫൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും എത്തിക്കാൻ സാധ്യമല്ല എന്ന് ഹദീസിന്റെ ലാഹിർ കൊണ്ട് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഫുഖഹാക്കൾ അതിനെ കറാഹത്തും മറാമും തഹരീമുമായി തരംതിരിച്ചിരിക്കുന്നു. നിസ്കാരം ചെയ്യാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞു വന്നതും എല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തുമാറാവട്ടെ. ളാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികവുമായ രോഗങ്ങളൊക്കെ അല്ലാഹു തൃശിപ്പിയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ആസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹദായ പദവികൊണ്ട് നമ്മയും അഹ്ലികാരി എല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ ഇഹ്റാമിന്റെ രൂപങ്ങൾ 4 വിധത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇഫ്റാദ്, തമത്തു, ഖിറാൻ, ഇത്ലാഖ്. ഇതിൽ ആദ്യം പറഞ്ഞതായ 3 നമുക്കെപ്പോഴും ആവശ്യമുള്ളതും ഉപയോഗപ്പെടുത്താവുന്നതും ആണ്. ഇഫ്റാദായി ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഹിന്റെ ആ ഹജ്ജിൽ ഇഫ്റാദായിയാണ് ഹജ്ജ് നിർവഹിച്ചത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇഫ്റാദായി ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പറഞ്ഞത്? ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജിന് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ഹജ്ജിന് നമ്മൾ ബലദിന്റെ നാം ഏ ഭാഗത്താണെന്നാണ് പോകുന്നതെങ്കിൽ അവന്റെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ അമലുകളൊക്കെ പൂർത്തിയാക്കിയതിന്റെ ശേഷം ഉംറ ചെയ്യുന്നതിനാണ് ഇഫ്റാദ് എന്ന് പറയുക. അതാണ് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. രണ്ടാമത് തമത്തു എന്ന് പറയുന്ന ഒരു രൂപമാകുന്നു. തമത്തു എന്ന് പറഞ്ഞാൽ മീക്കാത്തിൽ നിന്ന്, ഈ പറയപ്പെട്ടതായ മീക്കാത്തിൽ നിന്ന്, അതായത് ഇവൻ പോകുന്നതായ അവന്റെ മീക്കാത്ത്, ഒരു മീക്കാത്തുമില്ലാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞു ഏകദേശം ഹറമിലേക്ക് എത്തുന്നതിന്റെ 2 മർഹല വഴി ദൂരം മുമ്പായി 132ഓളം കിലോമീറ്റർ മുമ്പ് ഇഹ്റാം ചെയ്യുക. അതാണ് അവന്റെ മീക്കാത്ത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു. അത് ഹജ്ജിന്റെ മാസത്തിൽ ആവുകയും ചെയ്തു. എന്നിട്ട് ഉംറയുടെ അമലുകളൊക്കെ കഴിഞ്ഞു. അവിടുന്ന് തന്നെ മക്കയിൽ നിന്ന് തന്നെ ഹജ്ജിനും ഇഹ്റാം ചെയ്യുക. ഇങ്ങനെ വന്നാൽ അവന് മുത്തമത്തി എന്ന് പറയുന്നു. യജിബു അലൈഹി ദമു, അറുത്തു കൊടുക്കൽ അവന് നിർബന്ധമാണ്. മൂന്നാമത് ഖിറാൻ എന്ന് പറയുന്ന ഒരു രൂപമാണ്. അതായത് ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് നിയ്യത്ത് ചെയ്യുക. നവൈത്തുൽ ഹജ്ജ വൽ ഉംറത വ അഹ്റംതു ബിഹിമാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ വ ഉംറത്തിൻ ലബ്ബൈക. ഇതാണ് അതിന്റെ രൂപം. ഇനി ഒരാൾ ആദ്യമായിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്തു ഹജ്ജിന്റെ മാസം, അതായത് ശവ്വാൽ മാസത്തിൽ അതല്ലെങ്കിൽ ദുൽഖഅദിൽ ഉംറക്ക് അയാൾ ഇഹ്റാം ചെയ്തു. ഉംറയുടെ അമലിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പെയായി അഥവാ തവാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഹജ്ജിനെയും കൂടി ഇതിലേക്ക് കൂട്ടുകയാണ് എന്ന് കരുതിയാൽ അയാൾ ഖിറാനായിട്ട് ഇഹ്റാം ചെയ്താലാണ് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്. ഖിറാനായിട്ടുള്ള ഹജ്ജിന് എല്ലാ അമലുകളും ഒന്ന്, ഒരു തവാഫ്, ഒരു സഈ, എല്ലാ അമലുകളും ഹജ്ജ് പോലെ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ അറുത്തു കൊടുക്കൽ നിർബന്ധമാകുന്നു. ഇതാണ് ഖിറാൻ എന്ന് പറയുന്നത്. അപ്പോ ഇഹ്റാമിന്റെ രൂപങ്ങൾ മനസ്സിലാക്കി. ഇത് ഏതും നമുക്ക് സംഭവിക്കാവുന്നതാണ്. ഇനി തമത്തുവായിട്ട് ഇഹ്റാം ചെയ്ത ആളുകൾക്ക് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ് നമ്മൾ പറഞ്ഞു. അറുത്തു കൊടുക്കാൻ 4 നിബന്ധനകളാണ് പ്രധാനമായി നാം സൂക്ഷിക്കേണ്ടത്. 4 നിബന്ധനകൾ. അതായത് ആ നാട്ടുകാരനല്ലാതിരിക്കുക എന്ന് പറഞ്ഞ നാട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 2 മർഹലിന്റെ ഉള്ളിലായി ആ നാടുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആള്. 2 മർഹല വിട്ടുപോയ ആളാണെങ്കിൽ ആ നാട്ടുകാരനാവുകയില്ല. അപ്പൊ ആ നാടിന്റെ അറുത്തു കൊടുക്കൽ നിർബന്ധമില്ല എന്ന് അതിന്റെ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് 132 കിലോമീറ്ററിന്റെ ഉള്ളിൽ പാർക്കുന്ന ആള്. ഇതാണ് മസ്ജിദുൽ അഹ്റാമിന്റെ അഹ്ലികാര് അവരുടെ മേൽ അറവ് നിർബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇത്രയും വഴി ദൂരത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ. അതിന്റെ അപ്പുറമുള്ള ആളുകൾക്ക് ഇത് ബാധകമല്ല. അതും ആ നാട്ടുകാരാവുക. അവിടുത്തെ മുവാത്തിനീങ്ങള്, അവിടെ സ്ഥിരതാമസക്കാര്, മുഖീമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എത്ര കാലപഴക്കം കൊല്ലം ചെന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടുകാര് എന്ന് പറയുകയില്ല. അങ്ങനെ അർത്ഥ കൊടുക്കുന്ന ഒന്നാമത്തെ നിബന്ധന നാട്ടുകാരനല്ലാതിരിക്കുക. രണ്ടാമത്തെ ഒരു നിബന്ധന
ഉംറയുടെ അമലുകളൊക്കെ ഹജ്ജിന്റെ മാസമാകുന്ന ശവ്വാലിലോ ദുൽഖഅദിലോ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഹജ്ജിന് അതിൽ നിന്ന് ഒഴിവായിട്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി മറ്റൊരു മീഖാത്തുകൾ മടങ്ങാതിരിക്കുക. ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക്, ഉംറയുടെ മീഖാത്തല്ല, ഉംറയുടെ മീഖാത്ത് തന്നീം, ജയറാന, ഹുദൈബിയ പോലെയുള്ള മീഖാത്തുകളുണ്ട്, അവ അങ്ങോട്ടല്ല. മേൽ പറയപ്പെട്ട 5 മീഖാത്തിൽപ്പെട്ട മീഖാത്തുകളെ മടങ്ങാതിരിക്കുക. അങ്ങനെ മടങ്ങിപ്പോയി അവിടെ പോയി ഇപ്പൊ ജുഹഫയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ പോകുമ്പോൾ ഉംറ നിർവഹിക്കും. ആദ്യം ഉംറക്കാണ് ഇഹ്റാം ചെയ്ത് പോവുക. അങ്ങനെ ഉംറ കഴിഞ്ഞാല് പിന്നെ വീണ്ടും ഉംറ ചെയ്യുന്നവർക്ക് ഉംറ ചെയ്യാം. ഹജ്ജിന്റെ ഏകദേശം 3 ദിവസം മുമ്പായി അവിടെ നിന്ന് ഒരു മീഖാത്തുകൊള്ള മടങ്ങും. ഒരു ഇത്തിബാഴുമുണ്ട്. അതോടുകൂടെ അറവ് നിർബന്ധമായ കാര്യവുമല്ല അത് വരും. അതിനുവേണ്ടി നമ്മൾ ജുഹഫ എന്ന് പറയുന്ന ഏകദേശം 270ഓളം വരുന്ന കിലോമീറ്റർ ദൂരമുള്ള ജുഹഫയിലേക്ക് പോകും. ആ ജുഹഫയിൽ പോയിട്ട് ഇഹ്റാം ചെയ്താൽ എന്തായി, അവിടുന്ന് നമുക്ക് ഇഹ്റാം ചെയ്ത് പോന്നാൽ അറുത്തു കൊടുക്കാന്നുള്ള കാര്യം നിർബന്ധമില്ല. 5 മീഖാത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ജുഹഫയാണ്, മറ്റൊന്ന് ദാത്തു ഇറക്ക്, യലംലം, കർണുൽ മനാസിൽ, ദുൽഹുലൈഫ എന്ന് പറയുന്ന 5 മീഖാത്തുകളാണ്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ജുഹഫ. ഈ ജുഹഫയിൽ പോയിട്ട് നമ്മൾ ഉംറ കഴിഞ്ഞു, ഹജ്ജിന്റെ ഇഹ്റാമിന്റെ സമയമാകുമ്പോൾ അവിടെ പോയി നമ്മൾ ഇഹ്റാം ചെയ്ത് വന്നാൽ നമുക്ക് അറുത്തു കൊടുക്കണ്ട. അപ്പൊ ആ നാട്ടുകാരനാവാതിരിക്കുക, ഒരു മീഖാത്തുകളും മടങ്ങാത്തവനാവാതിരിക്കുക. മടങ്ങിയാൽ അറുവ് നിർബന്ധമില്ല. അതോടുകൂടെ ഉംറ നിർവഹിച്ചത് ഹജ്ജിന്റെ മാസത്തിലാവുകയും ചെയ്യുക, എപ്പോഴേ ഇറക്കേണ്ടതുള്ളൂ. അതോടുകൂടെ ആ വർഷം ഉംറ നിർവഹിച്ച വ്യക്തി ആ വർഷം തന്നെ ഉംറ നിർവഹിച്ച് തിരിച്ചു പോരുന്നില്ല, അയാള് ഹജ്ജും കൂടി നിർവഹിക്കുമ്പോഴേ അറിവേണ്ടുള്ളൂ. അതല്ല ഉംറ കഴിഞ്ഞ അയാൾ തിരിച്ചു പോരാ, ശവ്വാല് മാസത്തിലോ ദുൽഖഅദിലോ അവിടെ എത്തിയിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ ഹജ്ജിന് നിൽക്കുന്നില്ല, ഉംറ കഴിഞ്ഞ് ഞാൻ പോവാ എന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അറുത്തു കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ 4 നിബന്ധനകൾ ഒത്തുകൂടുമ്പോഴാണ് അറുത്തു കൊടുക്കുക എന്നുള്ള കാര്യം നിർബന്ധമാകുന്നത്. അറക്കപ്പെടേണ്ട സാധനങ്ങളുടെ രൂപങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സുന്നത്തായ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ദിക്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. ദുആഉൽ ഖിർബ് എന്ന് പറയുന്ന ഒരു ദിക്റ് ഇൻഷാ അല്ലാഹ് അത് പറയും. അതോടുകൂടെ തൽബിയത്ത്, ഇതൊരു പ്രധാനമായിരിക്കുന്ന ഒരു ഹജ്ജിൻ്റെതായിരിക്കുന്ന അമലിനോട് ബന്ധപ്പെട്ട ഒരു പ്രകടമായിരിക്കുന്ന ഒരു ചിഹ്നമാണ്, ഒരു മുദ്രാവാക്യം, ഒരു ഭാഷ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞു. എപ്പോഴും ഒഴിവ് കിട്ടുമ്പോൾ മറ്റുള്ള ഔറാദുകൾ ഇല്ലാത്ത സമയങ്ങളിൽ അതുകൊണ്ട് ശുഗലാവുക. ബാക്കിയുള്ള കാര്യങ്ങളെ കൊണ്ട് ഖുർആൻ ഓതുന്നതിനേക്കാളും അവർക്ക് നല്ലത് തൽബിയത്ത് ചൊല്ലുക. ഒരു സഹോദരനുമായി കണ്ടുമുട്ടുമ്പോൾ ആദ്യമായി സലാമിന്റെ മുമ്പിയായി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുക. എല്ലായിടങ്ങളിലും അതൊരു പ്രധാനപ്പെട്ടതായിരിക്കും ദിക്റ. അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. ലബ്ബൈക്ക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഉത്തരം ചെയ്യലാണ്, മുഴുവൻ പറഞ്ഞില്ല. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ട് പിന്നീട് പറയുന്നത് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇന്നൽ ഹംദ, എല്ലാവിധത്തിലുള്ള ഹംദുകൾ, ഒരു ഹംദ് മാത്രമല്ല. ഹംദ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, സ്തുതിക്കുക, പ്രശംസിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്തെന്ന നിഅമത്തുകളുടെ മേലിൽ അവനെ പുകഴ്ത്തി പറയുക. മഹാന്മാരായിരിക്കുന്ന ആളുകൾ 4 വിധത്തിലായി ഹംദിനെ ഓഹരി ചെയ്യുകയാണ്. 4 വിധത്തിൽ ഹംദുണ്ടാവാം, പുകഴ്ത്തുണ്ടാവാം. അത് ഒന്ന്, അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നുള്ള അള്ളാഹു അവനെ പുകഴ്ത്തി അതിന്റെ ഉടമസ്ഥനും അള്ളാഹു ആകുന്നു, അത് അവനിലേക്ക് മടങ്ങുന്നതാണ്. ആ ഹംദും ഇന്നൽ ഹംദ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുകയാണ്. മറ്റൊരു ഹംദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ കുറിച്ച് പുകഴ്ത്തി പറയുക. പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു തആല അവന്റെ അടിമകളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു സ്ഥലമാണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജദൻ വഖിയാമാ. അങ്ങനെ കുറേ മദ്ഹായിരിക്കുന്ന കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ. അള്ളാഹിന്റെ അടിമകളല്ലാത്ത വേറെ അടിമകളുണ്ടോ എന്നാ പിന്നെ ചിന്തിക്കാനുള്ളത്. ഉണ്ട്. ഇബാദു ശൈത്താൻ, സാക്ഷാൽ അടിമകളല്ലെങ്കിലും ശൈത്താൻ ആരാധിക്കുന്ന ഒരു സംഘം ആളുകൾ വേറെ ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അടിമ എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി ഇവരെ പറഞ്ഞത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ അവർ നടക്കുന്നത് വളരെ വിനയത്തോടുകൂടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വളരെ നന്ദിയും കടപ്പാടുമുള്ളവരായിട്ട് നടക്കുന്നു. അഹങ്കാരത്തിന്റെ നടത്തങ്ങളല്ല. ഒരു കാലഘട്ടത്തിൽ അഹങ്കാരികളായിരിക്കുന്ന ആളുകൾ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പറയാൻ കാരണം. വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. ഫിറഔന്, ഖാറൂന്, ശദ്ദാദ് പോലെയുള്ള ഒരുപാട് അക്രമികളായ തോന്നിവാസികള്
ഭൂമിന്റെ മുകളിലൂടെ അഹങ്കാരത്തോടുകൂടെ നടന്നിരുന്നു. അങ്ങനത്തെ ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. വളരെ വിനയമുള്ളതായ ആളുകൾ, പടച്ചവനെ സംബന്ധിച്ച് എപ്പോഴും ഓർമ്മയുണ്ട്. അള്ളാഹു തന്നതായിരിക്കുന്ന നിഅമത്തുകൾ, അവർ നടക്കാനുള്ള കാലുകളും അതുപോലെ ചിന്തിക്കാനുള്ളത് ആ ചിന്താമണ്ഡലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമി ലോകം മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. വെള്ളം അവന്റെ അള്ളാഹുവിൻ്റെതാണ്, വായു അള്ളാഹുവിൻ്റെതാണ്. ഈ ഓർമ്മ അവനിലുണ്ട്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലീങ്ങളായിരിക്കുന്ന വിവരദോഷികളായ ആളുകൾ വല്ല വിഷയവും ഇവരുമായി ബന്ധപ്പെട്ട് സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ ഇവർ അവരോട് പറയുന്നത് ഖാലൂ സലാമാ, സലാം പറയും. ഐ ഖൗലൻ സാലിഹൻ, ഐ ഖൗലൻ ലയ്യനൻ, ഐ ഖൗലൻ കരീമ. നല്ല ഉപദേശങ്ങൾ. ഒരാളുകൾ ചീത്ത പറഞ്ഞാൽ മറിച്ച് നമ്മൾ അങ്ങോട്ട് ചീത്ത പറയാം. അതല്ല അവർ ചെയ്യുന്നത്. ചീത്ത പറഞ്ഞൊരു മനുഷ്യനോട് എന്താ സഹോദര ഇങ്ങനെയൊക്കെ പറയാതൊന്നും നമുക്ക് യോജിച്ച വാക്കുകളല്ലല്ലോ. നമ്മളോ ചീത്ത പറഞ്ഞാല്, നമ്മളൊരാൾ തെണ്ടി എന്ന് പറഞ്ഞാൽ ചണ്ടി പിണ്ടി എന്നാൽ നമ്മൾ രണ്ടെണ്ണം ഒന്നിച്ച് അവന് കൊടുത്തെങ്കിൽ ഒരു ആശ്വാസം വരികയുള്ളൂ. എന്നിട്ട് നമ്മളതിന് ന്യായീകരിക്കുക. മേലിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവുകയില്ല. ഇതുപോലൊരു പദം എന്നോട് വേറെ ആൾ ഉപയോഗിച്ചിട്ടില്ല, നീ മനസ്സിലാക്കിയത് എനിക്കൊന്നും അറിയില്ല എന്ന്, ഞാൻ മിണ്ടുകയില്ല എന്നാ അവനെ വിട്ടുകൊടുക്കുകയില്ല. പിന്നാലെ കൂടി അവനെ ചീത്ത പറയുകയാണ്. ഇതല്ലായിരുന്നു ഇബാദുർ റഹ്മാനിന്റെ സ്വഭാവം. അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, വളരെ വിനയത്തോടുകൂടെയുള്ളതായിരിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരാകുന്നു. ചീത്ത വാക്കുകളുമായി കൊണ്ട് വിവരദോഷികളായിരിക്കുന്ന ആളുകൾ വല്ലതും ഇവർ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ മറിഞ്ഞു പറയുകയോ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർ സലാമായ വാക്ക് പറയും. അതായത് മറ്റുള്ള ആളുകളെ സലാമത്താക്കും. ഇവർ കാരണമായി ഇവരെ കുറ്റക്കാരാക്കുകയില്ല. അതല്ലെങ്കിൽ സാരില്ല എന്ന് വെച്ച് തിരിഞ്ഞു പോകുന്നതാണ്. പോട്ടെ, അവൻ അറിഞ്ഞുകൂടാത്തല്ലേ. വായനിൽ ജാഹിലീൻ, ഇവരില്ലാത്ത ആളുകളല്ലേ, ഇതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്നാലോ. അങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവങ്ങൾ. അതല്ലെങ്കിൽ അവർ പറയും മുഫാറക്കത്തു സലാം, നമ്മൾ രണ്ടുപേരും സംസാരിച്ചാൽ ശരിയാവുകയില്ല, നിങ്ങൾ പറയുന്ന പദം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല, എന്റെ കാക്കകാരണന്മാരും എന്റെ മാതാപിതാക്കളൊന്നും ഇതുപോലൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾ പഠിച്ച സ്കൂളിൽ പഠിച്ച ആളുമല്ല, ഞാൻ പിരിഞ്ഞു പോവുകയാണ്, അസ്സലാമു അലൈക്കും, ഇങ്ങനെ പറയുന്നതാണ്. ഇതാണ് നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം. നമ്മൾ ചിന്തിച്ചു നോക്കാം, ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ഇനി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഇതൊക്കെ കേട്ട് ഒരു പരിവർത്തനം വന്നാലോ, അപ്പൊ നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിൽ മറ്റവൻ മനസ്സിലാക്കൽ എന്താ, ഞാൻ പറഞ്ഞ വാക്ക് നല്ല അടപ്പൻ മറുപടി ആയിട്ടുണ്ട്, അവൻ അടഞ്ഞുപോയി, ഒന്നും മിണ്ടാന്ന് കഴിഞ്ഞില്ല. ആളുകളുടെ ഇടയിലൊക്കെ പോയി പറയാ, ഞാന് അവനേറ്റ് കണ്ടു, ഞാൻ 2 വാക്കുകൾ പറഞ്ഞു കൊടുത്തു, അതിന് മിണ്ടിയില്ല. എവിടെ മിണ്ടാത്തത്? എന്തുകൊണ്ട്? ആ മണ്ടൻ ചിന്തിച്ചില്ല. മണ്ടന് മനസ്സിലായില്ല ഇദ്ദേഹം എന്തുകൊണ്ട് മിണ്ടിയില്ല. അയാൾ മനസ്സിലാവട്ടെ, മനസ്സിലാവാതിരിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നാം ഒന്നും മിണ്ടിയില്ല. ഒരാൾ ചീത്ത പറയുമ്പോൾ ചീത്ത കൊണ്ട് മറുപടി പറയാൻ പറ്റുകയില്ല എന്ന് നാം ശരിക്കും മനസ്സിലാക്കിയാൽ അത് അള്ളാഹു തആല തന്ന ഒരു തൗഫീഖോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്താലേ കഴിയുള്ളൂ. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഒരു യഹൂദി എന്തോ ഒരു വിഷയത്തിൽ കുറെ ചീത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. യഹൂദിയാകുമ്പോൾ പിന്നെ നല്ലത് ഏതായാലും അവന് പറയാൻ കഴിയില്ലല്ലോ. ലോകത്ത് മുസ്ലിമീങ്ങളിലെ കഠിന വിരോധികൾ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ മുഖേന തെളിഞ്ഞത് അത് യഹൂദികളാണ്. ലതജിദന്ന അശദ്ദന്നാസി അദാബത്തൽ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. മുശ്രിക്കീങ്ങളായിരിക്കുന്ന ആളുകളും യഹൂദികളാണ് മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്ക് നല്ലത് പറയാനൊക്കില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചീത്ത പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് കേട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും വേണ്ടുന്നില്ല, അയാൾ ഇങ്ങനെ പറയുന്നു. വളരെ പൊറുതികെട്ടതായ സമയത്ത് എന്തോ ഒരു മറുപടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരേക്കും ഈ യഹൂദി ചീത്ത പറയുമ്പോ റസൂലുള്ളാഹി ചിരിക്കുകയാണ്. എന്താണ് ചിരിക്കുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. എന്നെ ഇത്രയും വാക്കുകളൊക്കെ ഈ ദുഷ്ടനായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന മനുഷ്യൻ പറയുമ്പോ എന്റെ എല്ലാമെല്ലാമായ നബി തങ്ങൾ ചിരിക്കുകയെ. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയൊരു മറുപടി, എന്തോ അവൻ പറഞ്ഞതുപോലെ ഒന്നുമില്ല, ഒരു മറുപടി അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും നബി തങ്ങളുടെ ആ മുഖം പെട്ടെന്ന് കരുവാളിച്ചു പോയി, കറുത്തുപോയി. റസൂലുള്ളാഹി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലാ നബിയെ, എന്താണ് സംഭവിച്ചത്? ഇതുവരേക്കും ആ യഹൂദി എത്രയോ സമയം എന്നെ ചീത്ത പറഞ്ഞപ്പോ തങ്ങൾ ചിരിച്ചു. അവസാനം ഞാൻ സൈകെട്ടപ്പോൾ എന്റെ മനുഷ്യ സഹജമായ ഒരു ചെറിയ മറുപടി പറഞ്ഞപ്പോ തങ്ങൾ ദേഷ്യം പിടിച്ചു പോവുകയാണോ? നബി തങ്ങൾ പറയാണ്, സിദ്ദീഖേ, നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളെ ചീത്ത പറയുന്ന സമയത്ത് അതിന്റെ മുഴുവനും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ മറുപടി പറയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മലായിക്കത്തുകൾ ശാപത്തിന്റെ മറുപടികൾ കൊടുത്തിരുന്നു. നിങ്ങളെ അള്ളാഹു തആല എത്രമാത്രം ബഹുമാനിച്ചല്ലോ എന്ന സന്തോഷം പ്രകടമാക്കി ഞാൻ ചിരിച്ചതാണ്.
അവസാനം മലായിക്കത്തിന് മറുപടി പറയാൻ സമ്മതിക്കാതെ നിങ്ങളൊരു മറുപടി പറഞ്ഞപ്പോൾ മലായിക്കത്ത് പിരിഞ്ഞുപോയി. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്ന ആരോഗ്യങ്ങളൊക്കെ പോയപ്പോ എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോയതാണ്. ഇതിപ്പോ നമുക്ക് കഴിയോ? സിദ്ദീഖ് റളിയല്ലാഹു മർത്തബയിലും നമ്മൾ എത്തിയിട്ടില്ല. എന്നാലും കഴിവിന്റെ പരമാവധിയൊക്കെ ഉപയോഗപ്പെടുത്തുക. വിവരമില്ലാത്ത ആളുകൾ ചീത്ത പറയുമ്പോൾ അവിടെ നിങ്ങൾ സ്ഥലം വിടുക, അല്ലെങ്കിൽ ചെവിട്ടിൽ വിരട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നാം അതിനെ പ്രതിരോധിക്കുക. ഒന്നും മിണ്ടണ്ട. ചിലപ്പം വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, പുരുഷന്മാരെ ചീത്ത പറയും, എല്ലാം ചീത്ത പറയും, അടി കിട്ടും. ചില സമയത്ത് സ്ത്രീകൾ കിട്ടും, നല്ല പൂസകൾ കിട്ടും. എത്രയോ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക, പെണ്ണുങ്ങൾ ആണുങ്ങൾ അടിച്ചു. ഞാൻ നാളെ പറഞ്ഞില്ലേ, ഒരു അമ്മായിയും എന്റെ മൂക്ക് മരോട് മുറിച്ചത്. ഇതൊന്നും ഒരു സാരമുള്ളതായ കേസുകളല്ല, നല്ല പൂസ കിട്ടും, ചീത്ത പറയും. അപ്പോൾ നമ്മളൊന്നും മിണ്ടരുത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് നമ്മുടെ വിഷയമല്ലെങ്കിലും ഓരോന്ന് വരുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നാം ചിന്തിക്കാനും മനസ്സിലാക്കാൻ ചെറിയ ചെറിയതായിരിക്കുന്ന ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, അയാളുടെ ഭാര്യ ഏത് സമയത്തും അയാളെ ശകാരിക്കുന്നു, ചീത്ത പറയുന്നു, സഹിക്കാൻ വീട്ടിൽ പാർക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പരാതികളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാകുന്ന മൂപ്പർക്ക് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ട് പരിഹാരം ഇല്ലെങ്കിൽ പിന്നെ എവിടുന്ന പരിഹാരം ഉണ്ടാവുക? കുറെ മിണ്ടാതെ ഇരുന്ന് ശ്രമിച്ച് അങ്ങനെ ക്ഷമ കെട്ടിട്ട് അത് പൊട്ടൊന്ന് പൊട്ടിപ്പോകുമെന്ന് കണ്ടപ്പോ മൂപ്പര് പോയി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റേതാ ചെന്ന് നോക്കുമ്പോ വാതിൽ അടച്ചിരിക്കുന്നു, എന്തോ വാതിൽ പൂട്ടിയിരിക്കുന്നു, പുറത്ത് ചെന്ന വിവരം അറിയില്ല. കുറെ കഴിഞ്ഞ് കുറെ സമയം നിന്ന് നോക്കുമ്പോണ്ട് വീട്ടിൽ ഭയങ്കര ശബ്ദങ്ങൾ, ഒരു പെണ്ണിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചീത്ത പറയാ. ആരന്? അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചീത്ത പറയുകയാണ്, ചീത്ത പറയുന്നു. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, എന്റെ വീട്ടിൽ നടന്ന കലഹം കുഴപ്പങ്ങൾ തന്നെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്താണ് ഒരു അത്ഭുതം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണോ ഈ സംസാരിക്കുന്നത്? എന്താ ഇത്രയും വലിയതായിരിക്കുന്ന ഭയാനകമായ സംഭവം നടക്കുന്ന വീട്ടിൽ ഞാൻ പരാതി പറയാൻ വന്നിരിക്കെ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തിരിച്ചു പോകുന്നു. അയാളെ വിളിച്ചു, ഹലോ സഹോദരാ, എന്താ പ്രശ്നം? ഒന്നുമല്ല, ഞാനിവിടെ വന്നപ്പോ ചില വിഷയങ്ങളൊക്കെ കേട്ടു, അപ്പൊ അതുകൊണ്ട് കേൾക്കാൻ കഴിയാതെ തിരിച്ചു പോവാ. അത് സാരമില്ല, നിങ്ങളുടെ വിഷയം എന്താ? എന്റെ വിഷയം ഇന്നതൊക്കെ തന്നെയാണുള്ളത് വിഷയം. അപ്പൊ ഞാൻ ഇവിടെ വന്നു നോക്കുമ്പോ ഇവിടുത്തെ ഭാര്യ ഇവിടുത്തെ ചീത്ത പറയൊന്നും മിണ്ടൊന്നും കേൾക്കുന്നില്ല. എന്നാ എന്റെ ഭാര്യ ഇത് കേട്ടു പോകുമ്പോ വളരെ സമാധാനിയാ, ഇത്ര ഗൗരവമൊന്നുമില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹോദരാ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്താണല്ലോ ക്ഷമിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ആ പെണ്ണ് ചീത്ത പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. വൈന്നഹാല ഖസാറത്തുൻ, അവൾ നമ്മുടെ വസ്ത്രങ്ങൾ ഇറക്കി തരുന്നവളാണ്. വൈന്നഹാല ഹബ്ബാസത്തുൻ, അവൾ നമുക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്നവളാണ്. വൈന്നഹാല മുറബ്ബിയത്തുൻ ലിഔലാദിനാ, അവൾ നമ്മുടെ കുട്ടികളെ പോറ്റുന്നവളാണ്, നമ്മുടെ വീട് കാക്കുന്നവളാണ്, അവൾ പത്തിരി ഉണ്ടാക്കുന്നവളാണ്, അവർ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും, നമ്മുടെ വസ്ത്രം അരക്കി തരുന്നവനാണ്. വാസ്തവത്തിൽ ഈ കാര്യങ്ങളാണ്. വൈന്നഹാല തജിബു അലൈഹാ, ഇതൊന്നും ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അവളെ ചീത്ത പറഞ്ഞ് മറുപടി പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ മറുപടി അങ്ങോട്ട് അടുക്കുകയില്ല, നമ്മൾ അല്ലാഹുവിന്റെ കോർട്ടിൽ കുറ്റക്കാരനായി പോവും എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മനുഷ്യനെ സമാധാനപ്പെടുത്തി. സഹോദരന്മാരെ, സഹോദരികള് ഇതിൽ മുതലെടുക്കരുത്, ഭർത്താക്കന്മാരെ ചീത്ത പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയതായ ആധിപത്യങ്ങളും അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമികമായി അവർ ചെലവഴിച്ചാൽ അവർ അല്ലാഹുവിന്റെ കോർട്ടിൽ വലിയ മാന്യന്മാരാണ്. അതല്ല, അതവർ ദുരുപയോഗപ്പെടുത്തിയാൽ അവരും കുറ്റക്കാരായി പോകുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തന്നെ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് ഫസാലിഹാതു ഖാനിതാതും ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. വലിയ മഹാന്മാരാണ്, മാന്യന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നെന്താ? ഫസാലിഹാതു ഖാനിതാത്ത്, സാലിഹാത്തായ പെണ്ണുങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിനും ഭർത്താക്കന്മാർക്കും വഴിപ്പെടുന്ന പെണ്ണുങ്ങളാണ്. ഇവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടെ രണ്ടു കൂട്ടരെ കുറിച്ചും മര്യാദ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചീത്ത പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനെ മറിച്ച് ചീത്ത പറയുന്ന സ്വഭാവം അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. പല ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവാം, വലിയ മാന്യന്മാരും യോഗ്യന്മാരും പ്രശസ്തന്മാരും കേസ് തീരുമാനിക്കുന്നവരും മധ്യസ്ഥ വഹിക്കുന്നവരും ഭൂമി അളക്കുന്നവരും നാട് ഭരിക്കുന്നവരും വീട് ഭരിക്കുന്നവരും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പലതും ഈ കൂട്ടത്തിലുണ്ടാവാം. പലർക്കും ഇതിന് ഘട്ടങ്ങൾ വരും. അതൊക്കെ ഒരു നിയന്ത്രണ സമയങ്ങളിൽ അവർ ചെയ്യേണ്ടത് ചെയ്യുക എന്നല്ലാതെ ബാക്കി ഒന്നും മാന്യമായിട്ടല്ലാതെ പെരുമാറാൻ പാടുള്ളതല്ല. ഇതൊന്നും മാന്യതക്ക് യോജിപ്പ് കുറവല്ല എന്നിപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സംഭവത്തിൽ നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അള്ളാഹുവിന്റെ ഇബാദുകളാകുന്ന ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർള്, ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ആളുകൾ വിനയന്മാരാകുന്നു, ഭക്തന്മാരാകുന്നു, അള്ളാഹുവിന്റെ അടിമകളാണ് അവര്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ, ജാഹിലി എന്ന് പറയുന്ന വാക്ക് വളരെ, അതിന്റെ അർത്ഥം വളരെ വിഷമകരമായ അർത്ഥമാണ്. ബഹുമാനപ്പെട്ടതായിരിക്കണം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് തുറക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അകൂന മിനൽ ജാഹിലീൻ,
ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടു പോകുന്നേ പടച്ചോനോട് കാവല ചോദിക്കുന്നു. ജഹാലത്ത്, അതായത് വിവരക്കേട്. ഒരുപാട് ജാതിയിലുണ്ട് വിവരക്കേടുകൾ. ജഹ്ല് മുറക്കബ് എന്ന് പറയുന്ന ഒരു വിവരക്കേടുണ്ട്. അതായത് എനിക്ക് വിവരം ഇല്ല എന്നുള്ളതും അറിയില്ല. മൂപ്പരിങ്ങനെ സംസാരിക്കും, മൂപ്പര ധാരണക്ക് വിവരം ഉണ്ട് എന്നാൽ അത് വിവരമില്ല. എന്നാൽ വിവരമില്ല എന്ന് മനസ്സിലാക്കിയാലോ മുസ്തർഷിദുൻ, അവൻ വിവരം അന്വേഷിക്കുന്നവനാണ്. അവന് വലിയ കുഴപ്പമുള്ള ആളൊന്നുമില്ല. വിവരമില്ല എന്ന് മനസ്സിലായാൽ ആരോടും ചോദിക്കുമല്ലോ, അവന് വലിയ കുഴപ്പമുള്ള. ജഹ്ല് മുറക്കബ് എന്ന് പറയുന്നത് അതിന് ചികിത്സ ഇല്ല. അത് കട്ടി കൂടിയതായിരിക്കുന്ന ജനറൽ വിഡ്ഢി, ജനറൽ ജാഹില് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അടിമകള് എന്ന് അല്ലാഹു തആല അവരെ കുറിച്ച് മദ്ഹ് പറഞ്ഞു. ഇനിയും പറയുന്നു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുവിനോട് ഇവരിങ്ങനെ ദ്വാരക്കുകയാണ്, പടച്ചവനെ നരകത്തിന്റെ താപം ഞങ്ങൾ തിരിച്ചു കളയണേ റബ്ബേ. നരകത്തിലുള്ളതായ ശിക്ഷകളും അവിടെയുള്ള ചൂടുകളൊന്നും സഹിക്കാൻ സാധ്യമല്ല. അത് എന്നും നിലവിലുള്ളതാണ്, മുറിഞ്ഞു പോകാത്ത അദാബാണ് പടച്ചവനെ എന്ന് റബ്ബിനോട് ഇങ്ങനെ ദ്വാരക്കുന്ന നല്ല നല്ല മനുഷ്യന്മാര്. ഇനി ഇങ്ങനെ തുടർന്നിങ്ങനെ പോവുകയാണ്. അപ്പൊ റഹ്മാനായ തമ്പുരാൻ അവന്റെ അടിമകളെ മദഹി ചെയ്യുന്നത് ഹംദാകുന്നു, പുകഴ്ത്തലാകുന്നു. അപ്പൊ അജ്ജിനെ കയറാൻ കെട്ടിയതായിരിക്കുന്ന ഞാനും നിങ്ങളും പറയുന്നത് ഇന്നൽ ഹംദ, എല്ലാ ഹംദുകള് അള്ളാഹുവിനെ സ്തുതിക്കുന്നതായിരിക്കുന്ന ഹംദ്, അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് മദഹി ചെയ്യുന്നതായിരിക്കുന്ന ഹംദ്. ഇനി പരസ്പരമായി മനുഷ്യന്മാര് അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക. എല്ലാ വിഷയത്തിലും ഒരു ഹംദ് മറ്റൊരു ഹംദിനെ വാജിബാക്കുന്നു. നമുക്കിവിടെ വരാനുള്ളതായ കഴിവ് ആരാണ് തന്നത്? നാം താമസിക്കുന്ന പാർപ്പിടങ്ങളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ സുന്ദരമായി പൂർണ്ണമായ ആരോഗ്യത്തോടും എവിടെയും കെട്ടിമറിഞ്ഞ് വീഴാതെ കണ്ട്, കാല് കൊഴിഞ്ഞു പോവാതെ കണ്ട്, കാല് തളരാതെ കണ്ട്, റഹ്മാനായ റബ്ബിന്റെ സഹായത്തോടുകൂടെ അള്ളാഹുവിന്റെ കൊട്ടാരമാകുന്ന രാജകൊട്ടാരമാകുന്ന പള്ളിയിൽ വന്നുകൊണ്ട് ഒരു ഇൽമിന്റെ മജ്ലിസിലേക്ക് വരാനുള്ള സൗഭാഗ്യം അവസരവും ആര് തന്നു? ചിന്തിക്കുമ്പോൾ അള്ളാഹു ആണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവനെ ഹംദ് ചെയ്യണം. അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ പറയാനും വേണ്ടി നാവ് നമുക്ക് വഴിപ്പെടുത്തിയത് ആരാകുന്നു? അത് അല്ലാഹുവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഹംദുകളും മറ്റൊരു ഹംദിനെ വാജിബാക്കുന്നു. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ മേഖലകളെ മുഴുവനും അല്ലാഹുവിനെ സ്തുതിക്കാൻ കടപ്പാടും ബാധ്യതയുമുള്ളവനാകുന്നു. അതുകൊണ്ട് ഇന്നൽ ഹംദ, എല്ലാവിധത്തിലുള്ള ഹംദുകളുമാകുന്നത്. അപ്പോ മനുഷ്യൻ അള്ളാഹുവിനെ ഹംദ് ചെയ്യുക. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. ആർക്കും ആരുടേതാണെന്ന് അവകാശപ്പെടാനില്ല. നാം സംഭരിച്ചതായിരിക്കുന്ന നമ്മുടെ സമ്പത്തുകള്, നമ്മിൽ ജനിച്ചതായിരിക്കുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കഴിവുകള്, നമ്മുടെ യോഗ്യത, നമ്മുടെ പ്രശസ്തി, നമ്മുടെ പ്രഗൽഭം എല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. എല്ലാം അള്ളാഹിനെ സ്തുതിക്കുക. ഇങ്ങനെയുള്ള സ്തുതി. പിന്നെ മനുഷ്യന്മാര് പരസ്പരമായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് നന്മ പറയുക, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയുക, നല്ലതിന്റെ പേരിൽ നല്ലത് പറയുക. ചീത്തത് ചെയ്തപ്പോ ഇവൻ ചീത്തവനാണ്, അപ്പൊ അവൻ ചീത്ത ചെയ്തപ്പോ നന്നായി എന്ന് പറയലല്ല. നല്ല കാര്യം ചെയ്യുന്നവനാണ്, അവൻ അഞ്ചോകത്ത് നമസ്കരിക്കുന്നവനാണ്, സത്യവാനാണ്, സത്യം പറയുന്നവനാണ്, അവൻ എല്ലാ നിലക്കും സൽസ്വഭാവിയാണ്, സൽക്കർമ്മിയാണ്, വിശ്വസ്തനാണ്, മാന്യനാണ്, യോഗ്യനാണ് എന്നൊക്കെ അവന്റെ ഉള്ളതായിരിക്കുന്ന ഒന്ന് അവനിൽ ഉറപ്പിച്ച് പറയുക. ഇല്ലാത്തത് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള പോക്കറ്റ് മണി നമ്മുടെ പോക്കറ്റിലേക്ക് വരാൻ വേണ്ടി പലതും നമ്മൾ പറയാറുണ്ട്. അതൊന്നും ഹംദിൽപ്പെട്ടതല്ല. അതൊക്കെ അവനെ വഞ്ചിക്കലും ചതിക്കലും പരിഹസിക്കലും ആകുന്നു. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. എന്തെങ്കിലും നമുക്ക് അവിടെ നിന്ന് 100 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ കടം കിട്ടണം. അപ്പൊ അതിന് മൂപ്പരങ്ങനെ പുകഴ്ത്തി പറയാം, ഞാൻ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല, നിങ്ങളുടെ അടുത്ത് എന്നാൽ ഞാൻ വെറുതെ മടങ്ങേണ്ടതില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാ. എങ്ങനെയെങ്കിലും നിങ്ങൾ ഒപ്പിച്ചു തരും. എവിടെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്ന കാര്യത്തിൽ അരക്കനാ, കഞ്ചൂസാ. പക്ഷെ ഇങ്ങനെ മൂപ്പര് 4 മൗലൂദാണ് ഓതിയപ്പോൾ എവിടുന്ന പുറപ്പെട്ടെന്നറിയില്ല. വാസ്തവത്തിൽ ആ സ്വഭാവം ഒന്നും അയാൾക്ക് ഉള്ളതല്ല. അത് പുറപ്പെടാൻ വേണ്ടി അയാളെ പറഞ്ഞു. അതിന് മദ്ഹ് എന്ന് പറയുകയില്ല. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ദമ്മാണ്, അവനെ കുറ്റപ്പെടുത്തലാകുന്നു. അവനിൽ ഇല്ലാത്തതായിരിക്കുന്നവനെ ഉണ്ടാക്കി പറയാതെ പറയാനും പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ നഫ്സിനെ തന്നെ പരിശുദ്ധമാക്കരുത്. അപ്പൊ പരിശുദ്ധിയില്ലാത്ത ഒന്നിനെ നിങ്ങൾ പരിശുദ്ധിയാക്കാനും പോകരുത്. പലരും പറയാറുണ്ടല്ലോ, ഞാൻ എന്ന് പറഞ്ഞാൽ കാറാ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എന്റെ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ല, ഞാൻ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തിട്ടില്ല എന്നൊക്കെ വലിയതിങ്ങനെ പറയും. ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങനത്തെ ആളൊന്നുമില്ല. മറ്റാളെ പറ്റി എല്ലാ ദോഷങ്ങളോട് പറഞ്ഞ് നമ്മളോട് പറയണതാണ്. നമ്മ അങ്ങനെ പറയുന്ന ആളൊന്നല്ല, നമ്മളത് ഉണ്ടെങ്കിലും ഉള്ളതന്നെ അത് പറയുള്ളൂ. മൂപ്പര് വിചാരിച്ചു അത് വലിയ തെതുക്കിയത്താന്നാ. അതൊന്നും പറയാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് സത്യവും യാഥാർത്ഥ്യവും. അപ്പോ
ഈ 4 വിധത്തിലുള്ളതായ പുകഴ്ത്തൽ ഏതിൽ ഉൾപ്പെട്ടു? ഇതിൽ പെടാത്ത ഒരു ഹംദുകളും ഇല്ല. അതാ 4 വിധത്തിലായി മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഹംദിനെ വിഭജിച്ചു, അതിനെ 4 ഭാഗമായി തിരിച്ചു. അതിന്റെ മുഴുവനുമാകുന്നത് എന്നുള്ളത് ഈ തൽബിയത്തിന്റെ ഹംദിൽ പെട്ടുപോയി എന്ന് മുഫസ്സിരീങ്ങളായ ആളുകൾ വ്യാഖ്യാനിക്കുന്നു. ഇന്നൽ ഹംദ വൻ നിഅമത, എല്ലാ നിഅമത്തുകളുമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്നതായ വയിൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അല്ലാഹു ചെയ്തെന്ന നിഅമത്തുകൾ എണ്ണിയാൽ ഒരിക്കലും തന്നെ തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇത്ര നിഅമത്തുകളാണ് അല്ലാഹു എനിക്ക് തന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു അൽഹംദുലില്ലാ പറയാനുള്ള കഴിവ് തന്നത് അല്ലാഹ് വെക്കുമ്പോ അപ്പൊ ആ കഴിവിന് ഒരു ഹംദ് വേറെ ചെയ്യണോ? അപ്പൊ അതിനുള്ള കഴിവാരെ തന്നത്? അതും അല്ലാഹു തന്നതാണ്. അവസാന ഘട്ടം വരുമ്പോൾ നമുക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വലിയ കഷ്ടപ്പാടാണെന്ന് എത്രയോ അതീതികളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ? നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല, നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. ആയിരക്കണക്കായ ദിക്റുകളും സലാത്തുകളും ഖുർആനുകളൊക്കെ ഓതിയതായ ഒരു മനുഷ്യനാവട്ടെ, അവസാനത്തെ നിമിഷത്തിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാണ് പെണ്ണിനിക്ക് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം വലിയ പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ അവന്റെ കഴിവാണെങ്കിൽ അത് ഉണ്ടാവണ്ടേ? അപ്പൊ അവന്റെ കഴിവിൽപ്പെട്ടതല്ല. നമ്മൾ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മളെല്ലാവരും പറയുന്നതും മുഴുവനും അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് വൈൻ തഉദു നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബ, നഫ്സിനെ കുറിച്ച് മനസ്സിലാക്കിയ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ അതുപോലെ തന്നെ അവന്റെ കൈ, കാല്, അവന്റെ ആമാശയങ്ങള്, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി അവന്റെ ശരീരത്തുള്ളത് ഒന്നും അവൻ കണ്ടിട്ടില്ല എന്നുള്ളതാ. എന്തിനേറെ പറയുന്നു, അവന്റെ ശരീരത്തിൽ അവന് ഒരു നിലക്കും കാണാൻ കഴിയാത്ത പലതും ഒളിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. ബാഹ്യമായത് തന്നെ മുഴുവനും കണ്ടിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം, മറ്റൊരു വസ്തുവിന്റെ ഉപകരണം കൂടാതെ കണ്ട് നാം കൊണ്ടു നടക്കുന്ന എല്ലാം പേറി നടക്കുന്ന നമ്മുടെ തലയുടെ പിൻഭാഗം കണ്ടവരാരെങ്കിലും ഉണ്ടോ ഒരു വസ്തുവിന്റെ ഉപകരണം കൂടാതെ? ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ശരി തന്നെ കണ്ടിട്ടില്ല. നമ്മുടെ പെരടി നാം കണ്ടിട്ടുണ്ടോ? അതിന്റെ പിൻഭാഗം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. നമ്മുടെ പുറത്തെന്തൊക്കെയാണ് കലകളുള്ളത് കണ്ടിട്ടുണ്ടോ? ഒരുപാട് കലകളുണ്ട്, കുറെ രോമങ്ങളുണ്ട്, കുത്തുകളുണ്ട്, പുള്ളികളുണ്ട്, കുഴികളുണ്ട്, കുണ്ടുകളുണ്ട്. പക്ഷേ നാം കണ്ടിട്ടില്ലല്ലോ. നമ്മുടേതായ അരക്കെട്ടിന്റെ പിൻഭാഗം കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്ര യോഗ്യനായ ഒരു മനുഷ്യനാണെങ്കിൽ സ്വയമായിട്ട് കഴിവുണ്ടെങ്കിൽ അതൊക്കെ കാണേണ്ടതല്ലേ സഹോദര? കണ്ടിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. നാം കഴിക്കുന്നതായിരിക്കുന്ന ഭക്ഷണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മലായിക്കത്തുകളാവുന്ന ഉദ്യോഗാർത്ഥികൾ മുഖേന പ്രവർത്തനങ്ങൾ വലുതുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളമാകുന്ന മൂത്രങ്ങളായി ഒരു ഭാഗം തിരിക്കുന്നു, വിയർപ്പുകളായി തിരിക്കുന്നു. അത് കണ്ണിൽ നിന്ന് അതിലേക്ക് ഒരു വെള്ളം അങ്ങോട്ട് വിടുകയാണ്, കാതിലേക്ക് വേറെ ഒന്ന് വിടുന്നു. കാതിൽ വിട്ടതായിരിക്കുന്ന വെള്ളത്തിന്റെ അംശങ്ങൾ കയ്പ് അംശങ്ങളായ രസങ്ങളാണ്, കണ്ണിലേക്ക് വിട്ടത് ഉപ്പ് രസങ്ങളാണ്, മൂക്കിലേക്ക് വിട്ടതോ അത് പുളി രസങ്ങളുമാകുന്നു, വായിലുള്ളതോ അത് ഉപ്പും പുളിയും അല്ലാത്തതുമാകുന്നു. ഇത് മുഴുവനും പല ഭാഗങ്ങളിലേക്ക് വിട്ടു. മറ്റൊരു ഭാഗം അതിനെ കാട്ടമാക്കി തിരിച്ചു, മറ്റൊരു ഭാഗം മൂത്രമാക്കിയിട്ടും തിരിച്ചു കളഞ്ഞു, മറ്റൊരു ഭാഗം ശരീരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതായ ബ്ലഡുകളായി റബ്ബ് സുബ്ഹാനഹു വ തആല തരംതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. അവന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു ചെയ്തുന്ന നിഅമത്തുകളെ കുറിച്ച് അവൻ ഓർക്കുന്നതാണ്. എന്നാൽ അവന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ അവൻ അറിയും, അല്ലെങ്കിൽ അറിയില്ല. അറഫ എന്ന് പറഞ്ഞാൽ തന്നെ യാഥാർത്ഥ്യം അറിയുക. അരിമ എന്നുള്ള പദല്ല ഉപയോഗിച്ചത്, അറഫാന. അറഫ യഥാർത്ഥമായിട്ട് അവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ തൽബിയത്തെല്ലാം പറയുക ചെറിയ വാക്കുകൾ, ഒരുപാട് വിശാലമായ അർത്ഥം ഒതുങ്ങിയതായ ഒരു വാക്കുകൾ. ഇന്നൽ ഹംദ വൻ നിഅമത ലക, അത് മുഴുവനും നിനക്കാണ്. അതിന്റെ ഉടമസ്ഥൻ നീയാണ്, അതിന്റെ ഉത്തരവാദി നീയാണ്. അതെല്ലാം നിനക്ക് വഴിപ്പെടേണ്ടതും കീഴ്പ്പെടേണ്ടതുമാകുന്നു. ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക്, വൽ മുൽക്ക് എല്ലാ അധികാരങ്ങളും. അധികാരങ്ങൾ പലരും കയ്യിലിപ്പോ അധികാരമുണ്ട്. വീട്ടിന്റെ അധികാരങ്ങൾ, താക്കോല് നമ്മുടെ കയ്യിലാണ്. ഹജ്ജിന് പോരുമ്പോ തന്നെ താക്കോലൊക്കെ വീട്ടിൽ വെച്ച് പോരാൻ ഒരു സമാധാനമില്ല. ചിലപ്പം കുട്ടികളുടെ അടുത്ത് കൊടുക്കാനും സമാധാനത്തിന് എവിടെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാവും. ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ സ്ഥലം കണ്ടില്ലെങ്കിൽ ആ സ്വിപ്പാവും, ഖജനാവ് കുത്തിപ്പൊളിക്കേണ്ടി വരും. സമാധാനമില്ല. നമ്മുടെ കയ്യിലല്ലേ താക്കോല്, അധികാരമോഹങ്ങൾ. പെണ്ണുങ്ങൾക്കും ചിലപ്പോൾ സംഭവിക്കും, ആണുങ്ങൾക്കും സംഭവിക്കാം. ചില ആളുകളുടെ മനസ്സോടെ പണ്ടാറക്കട്ടെ, എന്ത് വന്നാലും വെള്ള ഒരു മാസത്തിനല്ലേ പോയിരാ, ഇപ്പോൾ എന്താ അവിടെ കാട്ടട്ടെ, അങ്ങനെയിട്ട് പോരും. അപ്പോഴും ആശ്വാസമില്ല. അതുപോലെ പലർക്കും അധികാരമോഹങ്ങളാണ്. മക്കളെ ഭരിക്കാനും, നാട് ഭരിക്കാനും, വീട് ഭരിക്കാനും, ഭാര്യനെ ഭരിക്കാനും ഒരുപാട് അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാറ്റിന്റെയും അധികാരം ആർക്കാണ്? മാലിക് യൗമിദ്ദീൻ,
പ്രതിഫലം നൽകപ്പെടുന്നതായ നാളിന്റെ പൂർണ്ണ ഉടമസ്ഥനായിരിക്കുന്ന അല്ലാഹു ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലിമൻ ആർക്കാടോ അൽ മുൽക്കു അധികാരം ഇവിടെയുള്ളത്, അൽ യൗം ഇന്നിവിടെ ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? ഇത് എന്റേതാണ്. യഖൂലുൽ ഇൻസാനു മാലി മാലി വലൈസ ലഹു മിൻ മാലിഹി ഇല്ലാ മാ അകല ഫഅഫ്നാ വലബിസ ഫഅബിലാ ഔ തസദ്ദഖ ഫഖ്തനാ വമാ സിവാ ദാഹിബുൻ അൻഹു വതാരികുഹു ലിന്നാസ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റേതാണ് ആ ഭൂമി, എന്റേതാണ് ആ കാണുന്ന സ്ഥലം മുഴുവൻ ഉണ്ടാ. നോക്കാൻ ആളില്ല, കെടുക്കുന്നത് ചെക്കന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കാട്ടിൽ വന്നിട്ട് കാലങ്ങൾ കുറെ ആയി. കെടുക്കുന്നതൊക്കെ എന്റേതാ, അതൊക്കെ എന്റേതാണ്. എന്താണ് ആ വാക്കിന്റെ കുഷാർ? അതൊക്കെ എന്റേതാ, എനിക്ക് അള്ളാഹു തന്നതാണെന്ന് പറഞ്ഞ. അപ്പൊ ഒരാൾ ചോദിച്ചു, ആക്ക് അള്ള തന്നല്ലേ? എന്താ അള്ളാറിന്? ആക്ക് എന്റെ വാപ്പാടെ ഓരി കിട്ടിയാ എനിക്ക് അള്ളാ പോയി പണിയൊക്കെ അല്ല. നോക്കാൻ ആളിച്ച് അത് കെടുക്കുക, വേണമെങ്കിൽ നോയിക്കോട്ടെ, അതൊക്കെ എന്റേതാ. ഇങ്ങനെ എത്ര ആളുകൾ പറയുന്നു. ചില ആളുകൾ കല്യാണാന്വേഷണം വരുമ്പോ വെറുതെ വല്ല ആ മൂന്നാമന്മാരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, ആ കാണാൻ ഭൂമിയൊക്കെ നമ്മുടെ നല്ല കാര്യം കിട്ടാൻ വേണ്ടി നല്ല സ്വർണം അതുപോലെ പൈസ കിട്ടാനേ, അതൊക്കെ നമ്മുടെ വന്ന് ആധാരം പരിശോധിക്കുമ്പോഴല്ലേ 10 സെന്റ് സ്ഥലം അത് പുറമ്പോക്ക് കിട്ടിയതാ. അല്ലെങ്കിൽ കുടികിടപ്പുകാരന് ഭൂപരിഷ്കരണം വന്നപ്പോ അതിന് ഓരിച്ചു കൊടുത്തതാ, പൊരുത്തില്ലാത്ത മുതലാ ഇവര് കാണിച്ചു കൊടുത്തു. ആ കാണുക നമ്മുടെ ആ വീട് ജാഗ്രതകൾ നോക്കാൻ ആളിഞ്ഞാന്നേ ആകെ ഉണങ്ങി പോവുക. അതിന് ഉണങ്ങാൻ പിന്നെ മുതലുണ്ടോ? ഉണങ്ങാൻ ആരെയും ഉണങ്ങി പോയിക്കോട്ടെ. ഈ ജാതിയിലുള്ളതായിരിക്കുന്ന വമ്പത്തരം പറയുന്നതായിരിക്കുന്ന എത്ര വമ്പന്മാരുണ്ടോ. റബ്ബിന്റെ പരീക്ഷണഘട്ടമാകുന്ന അന്ത്യനാളിൽ അല്ലാഹു ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം ആർക്കാണ് ഇവിടെ അധികാരമുള്ളത് എന്ന് പറയുമ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല. ആരാണ് മിണ്ടാനുള്ളത്? ആർക്കുമൊന്നും മിണ്ടാനുള്ള അധികാരമില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ. ആരും ഒന്നും പറയാനില്ല, ഒന്നും മിണ്ടാനില്ല. റബ്ബിന്റെ പൂർണ്ണമായ അനുമതി കിട്ടിയതായ അള്ളാഹുവിന്റെ മലായ അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളും സാലിഹ്യങ്ങളായ ആളുകൾ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് തന്നെ അള്ളാഹിന്റെ അനുമതി വേണം. ബാക്കിയുള്ളവർക്കൊന്നും തന്നെ പറയാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹു തന്നെ പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖഹാറായ ഏകനായിരിക്കുന്ന സർവ്വ ആധിപത്യത്തിന്റെ ഉടമയാകുന്ന പരമാധികാരിയായ അള്ളാഹുവിന് മാത്രമാണ് ഈ അർത്ഥം കുറിക്കുന്നതായ ഒരു പദം അജ്നെഹ്റാൻ ചെയ്തതായിരിക്കുന്ന ഹാജിയായ ആണുപെണ്ണ് പറഞ്ഞോളണം. എന്തെന്ന്? വൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളും. ചെറിയ വാക്ക്, ഒരുപാട് അർത്ഥങ്ങൾ. ലാ ശരീക്കലക്ക്, അവസാനമായി പറയും ലാ ശരീക്കലക്ക്, എല്ലാം സ്ഥിരപ്പെടുത്തി. മേൽ പറയപ്പെട്ടതായ നേമത്തുകളിലാവട്ടെ ഹംദുകളിലാവട്ടെ അതുപോലെ അധികാരത്തിലാവട്ടെ യാതൊരു പങ്കുകാരുമില്ല. ലാ ശരീക്കലക്ക, അതായത് അത് അറബി ഗ്രാമർ പ്രകാരം ഒരു പങ്കുകാരുമില്ല. ഈൻസിന്റെ നഫി, അതായത് ഒരൊറ്റ പങ്കാളികളുമില്ല. ഫീ മുൽക്കിക്ക, നിന്റെ അധികാരത്തിന്, നിന്റെ അഫ്ആലുകളിലോ നിന്റെ അഖ്വാലുകളിലോ നിന്റെ ഒന്നിലും ഒരാളുമില്ല എന്നുള്ള വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയല് പ്രത്യേകമായി ഹാജിമാരെ സംബന്ധിച്ച് സുന്നത്താണ്. പിന്നെ പുരുഷന്മാര് ശബ്ദമുയർത്തി പറയുകയും സ്ത്രീകൾ സ്വന്തമായ നഫ്സ് കേൾക്കുന്ന രൂപത്തിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പള്ളികളിൽ കയറിയാൽ പ്രത്യേകിച്ച് മസ്ജിദുൽ ഹറാമും അല്ലെങ്കിൽ മസ്ജിദ് നബിയിലൊക്കെ ഇഹ്റാമോട് കൂടെയാണെങ്കിൽ നല്ല ശബ്ദത്തിൽ പറയാം. പക്ഷേ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ, അതുപോലെ ഖുർആൻ ഓതുന്ന ആളുകൾക്കും പിന്നെ നിയമാനുസൃതമായി കിടന്നുറങ്ങുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പറയാം. കിടന്നുറങ്ങുന്നതായിരിക്കണപ്പോ പള്ളിയല്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഇടയിൽ നിന്ന് നമുക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞു. ശബ്ദിക്കാൻ പറ്റുകയില്ല. പക്ഷെ ആ ഉറങ്ങുന്ന മനുഷ്യന്റെ ഉറക്ക് ശരിയല്ല. ഉറക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവനിപ്പോൾ ഉറങ്ങാൻ വേണ്ടി അവനക്ക് അവസരവും പ്രേരണയും ഉണ്ടാക്കി തീർത്ത വസ്തു അത് ഹലാലായ മാർഗത്തിലൂടെ അല്ല. ഇന്നലെ രാത്രി നേരം പുലരുന്നവരേക്കും അവൻ എന്ത് ചെയ്തു? പുതിയതായ പടങ്ങൾ, വീഡിയോ കാസറ്റുകളും അതുപോലെ ടെലിവിഷനൊക്കെ കണ്ട് സിനിമയും നാടകത്തിലൊക്കെ ആസ്വദിച്ചു. ആ സുബഹി ഇങ്ങോട്ട് ബാങ്ക് കൊടുക്കുന്നതിനോട് ചെറിയൊരു കുളിർക്കാറ്റ് ഇങ്ങോട്ട് വന്നപ്പോ മൂപ്പരക്ക് എന്ത് ചെയ്തു? പട്ടിയെ പോലെ ഒന്ന് ചുരുളണം എന്ന് തോന്നിയപ്പോ ചുരുണ്ട് മണി കിടക്കുക. അപ്പൊ പിന്നെ മൂപ്പരെ എടുത്തു വെച്ച് സുബഹിക്ക് വലിയ സൂറത്തുകൾ ഓതാം, നല്ല ഒച്ചത്തിൽ ബാങ്ക് കൊടുക്കാം, അതുപോലെ ഖുർആൻ ഓതാം. തല്ല് പേടിച്ചിട്ടില്ലെങ്കിൽ അടി ചിലപ്പം പറലായിക്കാരം. എന്റെ ഖുർആൻ ഞാൻ അവസാനിപ്പിക്കുന്നു. അടി കിട്ടാ അടിച്ചാൽ അങ്ങോട്ട് പ്രതിരോധിക്കാൻ കഴിയുണ്ടി കുഴപ്പമില്ല. അടി തടുക്കാനോ അല്ലെങ്കിൽ മറിച്ചടിക്കാനോ. പക്ഷെ നാട് ഏതാ നോക്കണം. ഇവിടെ അടിച്ചാല് പോയതന്നെ. അടി കിട്ടിയിട്ട് ഓടിച്ച് പട്ടിനെ പോലെ ഒടിച്ച് പോലല്ലാതെ തിരിച്ചടിച്ചാല് പ്രശ്നമായി. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ശല്യപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല എന്നർത്ഥം. നിസ്കരിക്കേണ്ട സമയമായിട്ട് കള ആവുന്നുണ്ട്, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്ന മനഃപൂർവ്വമായിട്ട് കിടന്നുറങ്ങുകയാണോ അവന്റെ അരികിൽ വെച്ച് നമുക്ക് തെൽബിയത്ത് തുറക്കല ചെല്ലാം, ഖുർആൻ ഓതാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഖുർആൻ ഓതുന്ന ആള് എന്ന് പറഞ്ഞാൽ പിന്നെ നിയമാനുസൃതമല്ലാതെ ഖുർആൻ ഓതുകയില്ലല്ലോ, അയാൾക്കും ശല്യം ഉണ്ടാവരുത്. അപ്പോ ഇതിന്റെ ബഹുമാനം അത്രയാകുന്നു. ചെല്ലുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. എത്രമാത്രം അയാള് ഈ തൽബിയത്ത് ഓതുമ്പോൾ അയാൾക്ക് സലാം പറയൽ പോലും സുന്നത്തില്ല. ഒരു മുസ്ലിമിന്റെ മേലില്
6 നിർബന്ധമായ കടമകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലിൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ലിൽ മുസ്ലിമി മുസ്ലിമിനുള്ള കടപ്പാടിൽപ്പെട്ടതാണ്. അലൽ മുസ്ലിമി മറ്റൊരു മുസ്ലിമിന്റെ മേൽ വാജിബായിട്ട് ഒന്ന് ഇദാ ലഖീതുഹു ഫസല്ലിം. കണ്ടാൽ അസ്സലാമു അലൈക്കും പറയണം. മുസ്ലിമാന്ന് ഉറപ്പ് വന്നാല് പ്രതിബന്ധങ്ങൾ പലതും സലാമിനുണ്ടാകും. അതൊന്നും ഇല്ലെങ്കിലേ പറയേണ്ടതുള്ളൂ. ഫാസിഖിന് സലാം പറയണ്ട, മുബ്തദീന് സലാം പറയണ്ട, കാഫിറിന് സലാമില്ല. അപ്പൊ ഒരു മുസ്ലിമായ മൂമിനാണെന്ന് മനസ്സിലായാല് അവർക്ക് സലാം പറയണം. 2 ഫാസിഖും ബനും ഫാസിഖും രണ്ടാളും സമാണെങ്കിലോ അവിടെ ചിന്തിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. പുരുഷന്മാരുടെ കഴിഞ്ഞാൽ ഉടനെ സ്ത്രീകൾക്ക് വരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇദാ ലഖീതു ലിൽ മുസ്ലിമി അലൽ മുസ്ലിമി എന്നുള്ളത് ആണും പെണ്ണും എല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. ചില നിബന്ധനകളോടുകൂടെ പ്രത്യേകമായ ചില ഉപാധികളെല്ലാം ഉണ്ട്. അപ്പോ കണ്ടാലവ കണ്ട സലാം പറയാം. ആ സലാം തൽബിയത്തിന്റെ വേളവും തൽബിയത്ത് കൊണ്ട് മശൂലാണ്. ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ട. സലാം പറയാൻ സുന്നത്തില്ലാത്ത കുറെ സ്ഥലങ്ങളിൽ പെട്ടതായ ഒന്നാണിത്. സലാം പറയേണ്ടതില്ല. നമ്മൾ ആരുടെ കണ്ടാലും അസ്സലാമിൽ അങ്ങോട്ട് എറിഞ്ഞു വിടല. ഓഫീസിക്കാട് കയറുമ്പോ അവിടെ ഹിന്ദു ആയാലും വേണ്ട മുസ്ലിം ആയാലും വേണ്ട ഒറ്റ ഏറാ സലാം അസ്സലാമു അലൈക്കും ഒരു വിടല. അങ്ങോട്ട് പോട്ടെ. ചിലപ്പോ ചുമരൊക്കെ തുറഞ്ഞു പോകും. ഇതിന്റെ ഊക്കിലാട് ചെന്നിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ലഫ്ദും ഹർഫും എല്ലാം അവിടെ മുറാദ്. അതിന്റെ സൗണ്ടാ, ഇത് കേൾക്കണം. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ സലാം പറഞ്ഞില്ലെങ്കിൽ അതന്നെ പ്രശ്നമായി. ആ കൂടുതൽ പെണ്ണുങ്ങൾക്കും പറയേണ്ടി വരും, ആണുങ്ങൾക്കും പറയേണ്ടി വരും. സലാം എന്ന് പറയുന്ന വാക്ക് ആർക്ക് വേണ്ടിയാ നിശ്ചയിച്ചിട്ടുള്ളത്? അത് ഹിദായത്തുമായി പിൻപറ്റുന്ന ആളുകൾക്ക്. വസ്സലാമു അലാ മനി തബഅൽ ഹുദാ. ഹിദായത്തുള്ള ആളുകൾക്ക് സലാം വേണ്ടുള്ളൂ. അതാരാ? മുഅ്മിനീങ്ങൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് പറയണം. ആ വീട്ടിൽ അതിന് അർഹരായ ആളുകളാണെങ്കിൽ. ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയാലോ അവിടെയും സലാം പറയണം. ആരുമില്ലാത്ത പെട്ടെന്ന് എന്ത് ചെയ്യുന്ന റൂമിൽ ചെന്നുമ്പോൾ ആരും എത്തിയിട്ടില്ല ജോലി കഴിഞ്ഞിട്ട്, ആ കഥകൾ തുറന്നതിനോടുകൂടെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അവിടെ പറയേണ്ട സലാം അതാ. വിജനമായ സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴും അതാ പറയേണ്ടത്. എന്താ അതിനർത്ഥം? നമ്മുടെ മേലിലും സാലിഹ്യങ്ങളായ അടിമകൾ അള്ളാഹുവിന്റെ ജിന്നുകൾ ഉണ്ടാവും, മലായിക്കത്തുകൾ ഉണ്ടാവും. ആരില്ലാത്തൊരു വീട്ടിൽ കയറിയാലും അത് തന്നെയാണ് പറയേണ്ടത്. റൂമിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും അവന് ആവശ്യങ്ങൾ വരും. ഓതിക്കോളി, നല്ല കാര്യമാണ്, സുന്നത്തായിരിക്കുന്ന ഒരു അമല. നമ്മൾ ചില പ്രത്യേകമായിരിക്കുന്ന വാക്കുകൾ രാവിലൊക്കെ ഗുഡ് മോർണിംഗ്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ്, ഇങ്ങനെ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ. അതായത് ആ സമയത്തേക്ക് തന്നെ പ്രായോഗികമാവുള്ളൂ എന്നർത്ഥം. ആ സമയത്ത് നല്ല പ്രഭാതം, നല്ല പ്രദോഷം എന്നൊക്കെ അർത്ഥം കുറിക്കുന്ന കുറഞ്ഞ സമയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചിറക്കിയിട്ട് അള്ളാഹു പറഞ്ഞു ആദം നബി അലൈഹി സ്വലാമിനോട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം ആരിലേക്ക്? ഇലാ ഉലായിക്കൽ മലായിക, ആ മലക്കുകളിലേക്ക് പോകണം. എന്നിട്ട് ഇപ്പൊ സല്ലീം അലൈഹിം, അവരുടെ മേൽ സലാം ചെല്ലണം. കൈഫ സല്ലീം അലൈഹി യാ റബ്ബി, പടച്ചോനെ ഞാൻ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അള്ളാഹു പഠിപ്പിക്കുന്നു, സലാമുൻ അലൈക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യമായി സ്വർഗത്തിൽ നിന്ന് പോകുന്ന സലാമിന്റെ മകനെന്താണ്? പൂർണ്ണമായ രക്ഷ, എല്ലാ രക്ഷാധികാരിയായ തമ്പുരാന്റെ എല്ലാ നിലക്കുള്ള രക്ഷകളുമാവുന്ന അലൈക്കും നിങ്ങളുടെ മേലുണ്ടാവട്ടെ. എപ്പോ? എല്ലാ സമയത്തും, ജീവിതത്തിൽ മുഴുവനും, ഇന്നും നാളെയും മറ്റന്നാളും പിറ്റന്നാളും എല്ലാ സമയത്തും, ഉറക്കലും ഉണർച്ചയിലും യാത്രയിലും അതുപോലെ നാട്ടിലും അനക്കത്തിലും ആട്ടത്തിലും സംസാരത്തിലും അല്ലാത്തുമ്പോഴും മുഴുവനും ഉണ്ടാവട്ടെ. അതേ സമയത്ത് നമ്മുടെ ഗുഡ് നൈറ്റോ ഗുഡ് ഈവനിങ്ങോ കുടുംബോണിയൊക്കെ അതൊക്കെ ആ സമയത്തേക്ക് ആകെ മനുഷ്യന് വെറുപ്പിടിപ്പിക്കാവുന്ന, നമ്മൾ ആകമാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരാളൊരു പ്രശ്നത്തിൽ ഇങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ അമ്മുടിച്ച് നിൽക്കുക. ഉണ്ടിക്ക് വയസ്സ് വെച്ചത് കിട്ടിയിട്ടില്ല, നാട്ടിൽ നിന്ന് കത്ത് വന്നു, ഭാര്യയ്ക്ക് സുക്കടാണ്, ആകെ പറമ്പ് കയ്യേറി, ഇങ്ങനെ ആ കൂടി പ്രശ്നമായിട്ട് ഇങ്ങനെ ബേജാറായി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനോട് ചെന്ന് പറഞ്ഞു, കുടുംബോണി സുഹൃത്തെ, എന്തൊരു കുടുംബോണിയപ്പോ അയാൾക്കുള്ളത് അവിടെ? ആകെ അമ്മൽ പിടിച്ചിരിക്കുന്ന മനുഷ്യനോട് പൈസ അയച്ചത് കിട്ടാത്ത ബേജാറ്, പെണ്ണുങ്ങളുടെ രോഗം, അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ ആരെ കയ്യേറി, എല്ലാം കൂടി പ്രശ്നം. വീട് തകർന്നു, വെടി പൊട്ടി എന്നൊക്കെ പറയണ ഇത് ബേജാറ് പിടിച്ചിരിക്കുന്ന ആളോട് പോയിട്ട് കുടുംബോണി പറഞ്ഞാല് അപ്പ കിട്ടും കാശല്. അതേ സമയത്ത് അയാളോട് പോയിട്ട് പറയുന്ന, സഹോദര അസ്സലാമു അലൈക്കും, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അർത്ഥം ചിന്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ അൽഹംദുലില്ലാ, എന്തൊരു സന്തോഷമാണ്, അള്ളാഹു നിങ്ങൾക്ക് രക്ഷ തരട്ടെ, നിങ്ങളുടെ മേൽ അള്ളാഹു രക്ഷ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന എന്തൊരു പ്രായോഗികമായിരിക്കുന്ന വാക്കുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നീലമുഖേന പ്രവാചകന്മാര് പോയതിനെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷവും വളരെ സമാധാനവും അത്ഭുതവുമാണ് നമുക്കുള്ളത്. അപ്പൊ ആദ്യമായി അങ്ങനെ ചെയ്തു. അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ പിന്നിടുന്നതായിരിക്കുന്ന രൂപത്തിലൊക്കെ ഈ സലാമുകൾ എങ്ങനെയായി. യഹൂദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ സലാം പറയും. അവരുടെ സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ബിൽ ഇൻഹിനായി, അവർ തലകുനിക്കൽ കൊണ്ടാണ് സലാം പറയുക. അവരുടെ ഇടയിലുള്ള സലാം അങ്ങനെയാണല്ലോ. അതേ സമയത്ത് പിന്നെ മുശ്രിക്കീങ്ങളായിരിക്കുന്ന ഒരു കൂട്ടക്കാരുടെ സലാമുകൾ അവർ സുജൂദ് ചെയ്തുകൊണ്ടാണ്, അവർ പറ്റ കുമ്പിട്ട് നിന്നുകൊണ്ടായിരിക്കാം അവർ സുജൂദ് ചെയ്യുക.
ചില ആളുകൾ കൈകൊണ്ട് മാത്രമാണ് സലാം പറയുക. ഇങ്ങനെ നസാറാക്കൽപ്പെട്ട ആളുകൾ അതൊന്നും പലർക്കും പല സലാമുകളുണ്ട്. മുസ്ലിമീങ്ങളുടെ സലാമുകൾ അങ്ങനെയല്ല. മുസ്ലിമീങ്ങൾ സലാം പറയേണ്ടതിന്റെ രൂപമാണ് അസ്സലാമു അലൈക്കും, അതോടുകൂടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടി പറയാ. ഇല്ലെങ്കിൽ തിരിച്ചു പറയുന്നതായിരിക്കും ആള് കൂട്ടി പറയുക. വൈദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, നിങ്ങൾ അതിനോട് കാണാൻ നല്ലതാ രൂപത്തിൽ അവരുമായി സലാം അടക്കണം. ആർക്കും പറയാം, മുസ്ലിം ആവണം. ബാപ്പക്ക് പറയാം, ഉമ്മക്ക് പറയാം, ഭാര്യമാർക്ക് പറയാം, സഹോദരിമാർക്ക് പറയാം, എല്ലാവർക്കും പറയാം. നമ്മുടെ നാടുകളിലൊക്കെ ബാപ്പാക്ക് സലാം പറഞ്ഞ വലിയ തെറ്റായി പോയി. ബാപ്പ അങ്ങനെ പുറത്തിങ്ങനെ കസാല ഇരിക്കുക, ചങ്ങനാട് കയറിയല്ലോ അസ്സലാമു അലൈക്കും അങ്ങനെ നോക്കുക.